ഇപ്പോൾ ഭയങ്കര മറുപടി വിസ്റ്റം പറഞ്ഞല്ലോ. നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിൽ ഏത് നമസ്കാരത്തിൻ്റെ സമയം വടികുത്തുന്ന മറുപടി സാലിഷിൻ്റെ മണ്ടൻ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞല്ലോ. നമ്മൾ 2 ചോദ്യം വേറെ കൂടി ചോദിച്ചിട്ടുണ്ട്. ആ മണ്ടൻ ചോദ്യത്തിനെ പറ്റി പരാമർശിച്ചിട്ടില്ല. ചോദ്യം ചന്ദ്രഗ്രഹണം വിസ്റ്റം ചന്ദ്രഗ്രഹണത്തിന് എവിടെ നോക്കും? കലണ്ടർ നോക്കും. നബി ആകാശത്തേക്ക് നോക്കും. വിസ്റ്റം മൂൺ സെറ്റ് ലാഗ് അനുസരിച്ച് മാസം നോക്കാൻ പോകും. അവിടെ വിസ്റ്റത്തിന് കലണ്ടർ ഉണ്ട്. കലണ്ടറിൽ 29-ന് സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും എന്ന് കണ്ട വിസ്റ്റം പിന്നെ മാസം നോക്കാൻ പോവില്ല. നബിയും സഹാബികളും പോകും. അപ്പോൾ ഇവിടെ വിസ്റ്റം ചെയ്യുന്ന പണി ഈ 2 കാര്യങ്ങളിൽ നബിയും സഹാബികളും അനുവർത്തിക്കാത്തൊരു സിസ്റ്റത്തിലൂടെ ശാസ്ത്രത്തെ അവലംബിക്കുന്നു. നബി പറയാൻ പറ്റും. ഞാൻ പറയുന്നത് വെറുതെ അല്ല. SKSSFൻ്റെ വാരിക അവരെഴുതി, സുബൈർ മങ്കട എഴുതി. ഏതാണ് ഈ മൂൺ സെറ്റ് ലാഗ് നോക്കാൻ പോകുക എന്നുള്ളത് ബിദ്അത്താണ്. എന്നിട്ട് മൂൺ സെറ്റ് ലാഗ് നോക്കുന്ന സമ്പ്രദായം ബിദ്അത്താണെന്നാണ് അവരുടെ വാദം. എന്ന് പറഞ്ഞാൽ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കോ ഇല്ലേ, അതിൻ്റെ മൂൺ സെറ്റ് ലാഗിനെ പരിഗണിച്ചുകൊണ്ട് മാസപ്പിറവി ദർശിക്കാൻ പോകാം. ഇല്ലെങ്കിൽ മൂൺ സെറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് അടിസ്ഥാനത്തിൽ മൂൺ സെറ്റ് ലാഗ് ഇല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ മാസപ്പിറവി ദർശിക്കാതിരിക്കുക, നോക്കാതിരിക്കുക, 30 പൂർത്തീകരിക്കുക. ഈ നിലപാടുണ്ടല്ലോ വിശുദ്ധത്തിൻ്റെ. ഈ നിലപാട് നബി സാഹിബികൾ ചെയ്തിട്ടില്ല. നബി സാഹിബികളോട് ഇന്ന് മാസം നോക്കണ്ട 29-ന്, കാരണം ഇന്ന് സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുക, അതുകൊണ്ട് സഹാബികളൊന്നും പോകണ്ട എന്ന് നബി പറഞ്ഞിട്ടില്ലല്ലോ. അവരെല്ലാ മാസം പോയി നോക്കിയിരുന്നു. അപ്പോൾ സുന്നത്ത് ഇത്തിബാ ചെയ്യണമെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? എല്ലാ മാസം പോയി നോക്കണം. ഇവരാരാ പഠിപ്പിച്ചത്? ഈ 29-ന് മാസം എങ്കിൽ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ കണക്കിൽ പറഞ്ഞല്ലോ 5 മാസം. ഈ 2024 5 മാസമാണ് പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 29-ാം തീയതി ചന്ദ്രൻ അസ്തമിക്കുക എന്ന് വെച്ചാൽ 30 പൂർത്തീകരിക്കുക. അന്ന് മാസം കാണാൻ പറ്റില്ല. ഈ 5 മാസം പിന്നെ വിസ്റ്റം ചെയ്യുന്ന ഈ പണി സഹാബികൾ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് സുബൈർ മങ്കട ഇത് ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ പണി വിസ്റ്റം ചെയ്യുന്നു. ചന്ദ്രഗ്രഹണം ഒരാഴ്ച മുമ്പ് വിസ്റ്റത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങും. ഇത്രാം തീയതി ഇത്ര മണിക്ക് ചന്ദ്രഗ്രഹണം ഉണ്ടാവും, എല്ലാവരും ഗ്രഹണ നമസ്കാരത്തിന് എത്തണം. നബി സാഹിബികൾ അങ്ങനെ ചെയ്തിരുന്നത്. വിസ്റ്റത്തിന് അങ്ങനെ നേരത്തോടെ പ്രഖ്യാപിക്കാൻ പറ്റിയത്? മാസം മുമ്പ് വിസ്റ്റം പ്രഖ്യാപിക്കണം. എങ്ങനെ? കലണ്ടർ നോക്കിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇറക്കിയ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന് മറുപടി എന്നുള്ള നിലക്ക് മുമ്പ് പ്രൂഫ് പോയിന്റിൽ സംസാരിച്ച മാലിക് സലഫിയുടെ വിഷയം എടുത്തിട്ട് ഇതിന് മറുപടി എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പ് കണ്ടിരുന്നു നിങ്ങൾ. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം, നമസ്കാരത്തിന് ഈ നിഴൽ നോക്കാൻ അല്ലെങ്കിൽ സൂര്യനെ നോക്കണം എന്ന് നബി പറഞ്ഞിട്ടില്ല. ഇതിന് ചന്ദ്രനാണെങ്കിലോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയറാണ് എന്ന് പറഞ്ഞിട്ട് വിസ്തം പ്രവർത്തകരെ തന്നെ റാഹത്താക്കുന്ന അത് ഒരു സംഭവമാണ് അതിൽ കൂടെ കണ്ടത്. പക്ഷെ അതിൽ നമ്മൾ മറുപടി വിശദീകരിച്ച് കഴിഞ്ഞതും ആയൊരു വിഷയമാണത്. അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു വശം ഒന്ന് കൃത്യമാക്കാം. അത് സുഹൈൽ സൂചിപ്പിച്ച പോലെ നമുക്ക് മറുപടി പറഞ്ഞതൊന്നുമല്ല. പ്രൂഫ് പോയിന്റ് മുമ്പ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെ ആരോ കുറച്ച് പ്രവർത്തകർ നമ്മളെ വീഡിയോയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതിന് മറുപടി എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു 3rd ക്ലാസ് വിസ്റ്റം ടീമിലിപ്പോൾ അത് സാലിഷിൻ്റെ മണ്ടൻ ചോദ്യങ്ങൾക്ക് മറുപടി എന്നിട്ടാണ് ഇപ്പോൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രയാസം കൊണ്ട് പറയണമായിരിക്കും. പക്ഷേ അതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് വിസ്റ്റത്തിൻ്റെ മറുപടി കേൾക്കട്ടെ എന്ന് പറഞ്ഞിരുന്നൊരു ചോദ്യം നല്ലത് ചോദ്യമായിട്ടല്ല അത് നമ്മൾ സത്യത്തിൽ അവതരിപ്പിക്കണം തന്നെ. ചോദ്യം തന്നെയാണ്, ചോദ്യമായിട്ട് തന്നെ നമ്മൾ പറയണേ. എങ്കിലും അതൊരു ചോദ്യം, ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം, എന്നിട്ട് ഉത്തരം കാത്തിരിക്കുന്ന ഉത്തരം പറയുന്നിട്ട് ഉത്തരം കാത്തിരിക്കുന്ന ഒരു ചോദ്യമല്ല, ഒരു പ്രശ്നവൽക്കരിച്ചെന്നുള്ളതാണ്. അതുപോലും മനസ്സിലാക്കാൻ പിന്നെ കവായതില്ലാത്ത പ്രവർത്തകരാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ അതിൻ്റെ കോരാണ് ഇപ്പോൾ കാണുന്നത്. സത്യത്തിൽ അതൊരു ബൂമറാങ് പ്രയോഗമായി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങോട്ട് എറിഞ്ഞത് ഇങ്ങോട്ട് വന്നു എന്നുള്ള രൂപത്തിലാണ് നമ്മളിപ്പോൾ വെളിവാക്കിയത്. മാലിക് സലഫിന്റെ നാവുകൊണ്ട് വിസ്റ്റക്കാരൻ കട്ട് ചെയ്തെടുത്തും ഉന്തി തള്ളി കയറ്റി കൃത്യമാക്കി തന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതുകൊണ്ട് സൂചിപ്പിച്ചത്, അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം കണ്ടവർക്കറിയാം. ആ പ്രോഗ്രാമിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ട്, അഥവാ എന്തുകൊണ്ടാണ് നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ബാങ്കിന് വേണ്ടിയിട്ട് റസൂലുള്ള വടി കുത്തി അതിൻ്റെ നിഴൽ നോക്കിയിട്ടാണ് നബിയും സഹാബത്തും ബാങ്ക് കൊടുത്തിരുന്നത്. ആ സിസ്റ്റം ഉപേക്ഷിച്ചിട്ട് വിസ്റ്റം ഗോളശാസ്ത്ര കണക്കിന്റെ അടിസ്ഥാനത്തിൽ കലണ്ടറിലേക്ക് നോക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു. എന്നിട്ട് അതിന്റെ മറുപടി നമ്മൾ തന്നെ പറഞ്ഞു. അഥവാ
അങ്ങനെ നോക്കിയാലും ഗോളശാസ്ത്ര കണക്കനുസരിച്ചായാലും ശരി, വടികുത്തി നഴൽ നോക്കിയിട്ടായാലും ശരി, എന്താണ് സമയം അറിഞ്ഞാൽ മതി നിസ്കരിക്കാൻ. നമ്മ തന്നെ പറഞ്ഞ മറുപടി. അതിന് മാലിക് സലഫിനെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് ക്ലിപ്പ് എടുത്ത് കൊണ്ട് തള്ളിക്കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലത നൽകിയ, ശറഅ് വിശാലത നൽകിയ, ശരീഅത്ത് വിശാലത നൽകിയ മേഖലയിൽ പിന്നെ രണ്ട് രീതി അവലംബിക്കാവുന്നതാണ്. ഓരോ കാലഘട്ടത്തിന്റെയും രീതികൾ അവലംബിക്കാം. വിഷയം എന്താണ്? സമയമായി എന്നറിയണം, നമസ്കാരത്തിന്റെ സമയമായി എന്നറിയണം. അത് നിഴൽ നോക്കിയിട്ട് തീരുമാനിക്കണോ? അങ്ങനെ തീരുമാനിക്കാം. വല്ല പിന്നെ ക്ലോക്ക് നോക്കിയിട്ട് തീരുമാനിക്കണോ? അങ്ങനെ തീരുമാനിക്കാം. എന്ന് പറഞ്ഞാൽ ഗോളശാസ്ത്ര കണക്കനുസരിച്ച് കലണ്ടർ നോക്കിയിട്ട് തീരുമാനിക്കണോ? അങ്ങനെ തീരുമാനിക്കാം. ഇനി അതല്ലാത്ത വല്ല മാനദണ്ഡം ഉണ്ടോ? അതനുസരിച്ച് തീരുമാനിക്കാം. മാനകം കൃത്യമായിരിക്കണം, പിന്നെ സമയം അറിയുക എന്നത് അവിടെ കിട്ടിയാൽ മതി. അപ്പോൾ അതുപോലെ ആണ് പിന്നെ മാസപ്പിറവിൻ്റെ വിഷയം എന്ന് നമ്മൾ പറഞ്ഞതായിട്ടാണ് അവർ ധരിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഇത്രയാണ്, 3 മാസങ്ങൾ. നമ്മുടെ പോയിന്റ് അതാണ്. 3 മാസങ്ങൾ അഥവാ റമളാൻ, ശവ്വാൽ, ദുൽഹിജ്ജ, ഈ 3 മാസങ്ങൾ നോക്കുക നിർബന്ധമാണ്. അതിന് കാരണം എന്താ? സൂമുൽ റുയത്തി വ അഫ്തിറുൽ റുയത്തി എന്ന നബിന്റെ കൽപ്പന ഉണ്ട്. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. രണ്ടാമത്തെ നബീൻ്റെ നഹിയുണ്ട്, വിരോധമുണ്ട്. ലാ തസൂമു ഹത്ത തറവുൽ ഹിലാല വലാ തുഫ്തിറു ഹത്ത തറവു. നിങ്ങൾ ഹിലാല് കാണുന്നത് വരെ നോമ്പ് നോൽക്കരുത്, ഹിലാല് കാണുന്നത് വരെ നോമ്പ് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കരുത്. നോമ്പും പെരുന്നാളിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞത്. നബിൻ്റെ കൽപ്പനയുണ്ട്, നബിൻ്റെ വിരോധമുണ്ട്. മാസം കാണാതെ പിന്നെ നിർണ്ണയിക്കാൻ പാടില്ല, ഹിലാല് കാണാതെ മാസം നിർണ്ണയിക്കാൻ പാടില്ല എന്ന നബിൻ്റെ കൽപ്പനയുണ്ട്, വിരോധമുണ്ട്. ബാക്കി 9 മാസങ്ങളിൽ, ഈ 3 മാസമല്ലാത്ത 9 മാസങ്ങളിൽ അങ്ങനെ ഒരു കൽപ്പന ഇല്ല. അതുകൊണ്ട് കൽപ്പന ഇല്ലാത്തത് കൊണ്ട് വിശാലമാണ് ആ ഏരിയ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? മാസം നിർണ്ണയിക്കാൻ, ഹിലാല് നിർണ്ണയിക്കാൻ, ഹിലാലിനറിയാൻ ഉള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം. അത് ഗോളശാസ്ത്ര കണക്ക് വേണമെങ്കിൽ അവലംബിക്കാം, അതല്ല കാഴ്ച വേണമെങ്കിൽ കാഴ്ച വേണം, രണ്ടും ചെയ്യാം. ഒരു പുരോഗമിച്ച സമൂഹം എന്ന നിലയ്ക്ക് ഏറ്റവും പിന്നെ കൃത്യമായ പിന്നെ മാനദണ്ഡം എന്ന നിലയ്ക്ക്, ഏറ്റവും ലളിതവും ഏറ്റവും ശാസ്ത്രീയമായ മാനദണ്ഡം എന്ന നിലയ്ക്ക് ഗോളശാസ്ത്ര കണക്കുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ നബിയും സഹാബികളും എന്ത് ചെയ്യാറില്ല? പിന്നെ കണക്ക് നോക്കാറില്ല, കലണ്ടർ ഉപയോഗിക്കാറില്ല, ഗോളശാസ്ത്ര കണക്കെടുക്കാറില്ല. അവർ കാണാണ് പതിവ്. ഇത് പറയുന്ന മണ്ടനോട് നമ്മൾ തിരിച്ച് പറയാണ്, സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ നബിയും സഹാബികളും വടി കുത്തിയിട്ട് നഴൽ നോക്കിയിട്ടല്ലേ നിസ്കരിച്ചിരുന്നത്. നമ്മളത് മാറ്റിയത് എന്തിനാ? ഇപ്പോൾ കലണ്ടർ നോക്കിയിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കണം എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ എന്തുണ്ട് അറിയണം, സമയം ആയോ എന്നറിയണം. അതാണ് ഇപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സമയം ആയോ എന്നറിയാൻ നഴൽ നോക്കിയാലും മതി, കലണ്ടർ നോക്കിയാലും മതി. അപ്പോൾ രണ്ടും ചെയ്യാവുന്നതാണ്. ഇതുപോലെ നബിൻ്റെ പ്രത്യേക കൽപ്പന ഇല്ലാത്തത് കൊണ്ട് മറ്റു 9 മാസങ്ങൾ നമസ്കാരത്തിൻ്റെ ഇതിൽ നമ്മൾ മാറിയതുപോലെ നമുക്കിതിലും മാറാവുന്നതാണ്. അവിടെ ഒരു വിശാലത ഉണ്ട് എന്ന് ഈ കൗമിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉദാഹരിച്ചത്. ഉദാഹരണം എന്തിനെന്ന് പോലും ആ സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് മാലിക് സലഫിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറഞ്ഞ 3-ാം കിട വിഷ്ടക്കാരുണ്ടല്ലോ, അവർക്കിത് മനസ്സിലായിട്ടില്ല. അവരെ സംബന്ധിച്ച് ഒരു വിഷയത്തെ വൈജ്ഞാനികമായിട്ട് സമീപിക്കല കാര്യങ്ങളൊന്നുമല്ല, വൈരാഗ്യ ബുദ്ധിയോട് കൂടി കൈകാര്യം ചെയ്യാന്നുള്ള വളരെ മോശപ്പെട്ട കൾച്ചർ അവരിൽ ഈ പറഞ്ഞ 3-ാം കിട വിഭാഗത്തിനുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ അതിൽ സംഭവിക്കുന്നത്. ഇതിൽ മാലിക് സലഫി ചെയ്തൊരു പണി, അപ്പോൾ അതും കൂടെ പറയാൻ കൂട്ടത്തിൽ വലിയ ഉപകാരമായി. ഈ ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ടൊരു ഉപകാരമായി. മാലിക് സലഫി ഇതിൻ്റെ പിന്നെ ഉള്ളിലൂടെ ഒരു ഒളിച്ചു കടത്തിൽ നടത്താണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് പറയുന്നത്, നമസ്കാരം എന്നുള്ളത് സമയം ആയോ എന്ന് അറിഞ്ഞാൽ മതി, നഴൽ നോക്കിയിട്ട് അറിയണമെന്നോ അല്ലെങ്കിൽ കലണ്ടർ നോക്കിയിട്ട് അറിയണം, അങ്ങനെ വ്യത്യാസമില്ല. പക്ഷേ മാസപ്പരിയുടെ കാര്യത്തിൽ നബിൻ്റെ കൽപ്പന ഉണ്ട്. ഏത്? എല്ലാ മാസവും പിന്നെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്ന് കൽപ്പന ഉണ്ട് എന്നാണ്. അങ്ങനെ ഒരു കൽപ്പന നബിന്നില്ല. അത് മാലിക് സലഫിൻ്റെ വക അതിൽ തിരികെ കയറ്റിയാണ്. അതിപ്പോൾ ഇവർ സൂമുലി ഉയത്തി അഫ്തിറുലി ഉയത്തി എന്ന് പറയുന്ന ഹദീസിനെ എല്ലാ മാസങ്ങളിലേക്കും ബാധകമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ശ്രമം നടത്തേണ്ടത്. ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ പറഞ്ഞ മാസം അല്ലാത്ത മാസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ആരാധന ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഈ മാസം കണ്ടാൽ ചെയ്യുക, മാസം കണ്ടാൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ഹദീസ് അവർ ഉദ്ധരിക്കുന്നത് എടുത്തു വെച്ചിട്ട് അതിങ്ങനെ ഇതാണ് ഒരു നിർബന്ധമെന്ന് പച്ചക്കളവാണ് പറഞ്ഞുണ്ടാക്കിയത്.
അഥവാ അവിടെ നബിൻ്റെ കൽപ്പന ഉള്ളത് ഏതിലുള്ളോ? റമളാൻ, ശവ്വാൽ, ദുൽഹിജ്ജ ഈ 3 മാസത്തിലുള്ളൂ. ബാക്കി 3 മാസത്തിൽ നബി അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിനാണ് നമ്മൾ മറ്റേ പറഞ്ഞത് നബി അങ്ങനെ. അപ്പോൾ നബി മാസം നോക്കി മുഹറത്തിൻ്റെ മാസം നോക്കിയിട്ടാണ് മുഹറം സ്വീകരിച്ചെന്നുണ്ടല്ലോ, ഷാബാൻ്റെ മാസം നോക്കിയിട്ടാണ് നബി ഷാബാൻ സ്വീകരിച്ചെന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിനാണ് സുഹൃത്തെ, അത് ശരിയാണ്. നബിക്ക് അന്നതേ ചെയ്യാൻ പറ്റൂ. നബിയുടെ കാലത്ത് ഹിലാലിനെ അറിയാൻ അവലംബിക്കാനുള്ള മാർഗം കാണൽ മാത്രമായിരുന്നു, കണക്കില്ല, അഥവാ കലണ്ടറില്ല, ഗോളശാസ്ത്ര ഇതില്ല. അപ്പോൾ അതുകൊണ്ട് നബി എന്ത് ചെയ്തിരുന്നു? നബി സഹാബികൾ കാണൽ തന്നെയാണ് ചെയ്തിരുന്നത്. അതിൽ നമുക്ക് എതിരഭിപ്രായമില്ല. 12 മാസം നബിയും സഹാബികളും കണ്ടിട്ട് തന്നെയാണ് മാസം നിർണ്ണയിച്ചിരുന്നത്, ഹിലാൽ കണ്ടിട്ട് തന്നെയാണ്. കാരണം അവർക്ക് അതല്ലാത്തൊരു ഓപ്ഷൻ ഇല്ല. നമുക്കിപ്പോൾ കാണാനുള്ള ഓപ്ഷൻ ഉള്ളതുപോലെ തന്നെ കണക്ക് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് ഏതുപോലെയാണ്? നബിക്കും സഹാബിക്കും നിസ്കാരത്തിൻ്റെ സമയമായി എന്നതറിയണമെങ്കിൽ വടികുത്തി നേരിൽ നോക്കിയിട്ട് വേണമായിരുന്നു അന്നത്തെ ഓപ്ഷൻ. പിന്നെ നമുക്കോ കലണ്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി നമുക്കുണ്ടായി. ഗോളശാസ്ത്രം വികസിച്ചോടുകൂടി വൈജ്ഞാനികമായ വികസനം വന്നുകൂടി. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പോലെ ബാക്കി 9 മാസത്തിനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ എന്ന ഒരു ബോധോദയം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ അത് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താ ഉത്തരം? സൂര്യനെ നോക്കാൻ നബി പറഞ്ഞിട്ടില്ല. ചന്ദ്രനെ ആണെങ്കിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. മേഘം മൂലം സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം സമയമായി നിർവഹിക്കണം. മേഘം മൂലം ചന്ദ്രൻ മറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങാൻ പാടില്ല. വ്യത്യാസപ്പെട്ടില്ലേ? അപ്പോൾ നമുക്കൊന്നും അറിയില്ല. ഏത് വടികുത്തി നിഴൽ നോക്കുന്ന സിസ്റ്റം മാറ്റുന്നത് എന്തുകൊണ്ടെന്നറിയാതെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സിസ്റ്റം പറഞ്ഞെന്ന് അത് മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമായി എന്നറിഞ്ഞാൽ മതി സൂര്യൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ കാര്യത്തിലോ ചന്ദ്രൻ്റെ കാര്യത്തിൽ കാണുന്ന വേണം എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞത് ശരിയാണ്. നബി കാണണം എന്ന് പറഞ്ഞെടുത്ത് കാണുന്ന വേണം. കാണണം എന്ന് നബിയുടെ കൽപ്പന ഇല്ലാത്ത മാസങ്ങളിൽ ഈ സൂര്യൻ്റെ വിഷയത്തിൽ സമയമായി എന്നറിഞ്ഞാൽ മതി. അതിന് ഗോളശാസ്ത്ര കണക്കായി അവലംബിച്ചിട്ട് അറിഞ്ഞാലും മതി, വടികുത്തി നേരിൽ നോക്കിയിട്ട് അളന്നിട്ട് അറിഞ്ഞാലും മതി എന്ന വിശാലത പോലെ തന്നെ ബാക്കി 9 മാസങ്ങളിലെ വിശാലത അവിടെ നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിയെങ്കിൽ ഒരു ശാസ്ത്രീയമായി പുരോഗമിക്കുന്നൊരു സമൂഹത്തിന്, മുന്നോട്ട് വളരുന്ന ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന കാര്യമാണ് കലണ്ടർ എന്ന് പറയുന്നത്. ഇത് കലണ്ടർ ഇല്ലാത്തൊരു സൊസൈറ്റിനെ ഉണ്ടാക്കാനുള്ള, നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു സൊസൈറ്റിക്ക് കലണ്ടർ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ജീവിത വ്യവഹാരങ്ങൾ? ഇപ്പോൾ ഇവരിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ജീവിത വ്യവഹാരത്തിന് ജനുവരി, ഫെബ്രുവരി, മാർച്ച് കലണ്ടർ ഉണ്ടല്ലോ. ആ കലണ്ടർ അവലംബിച്ചിട്ട് പിന്നെ പോണോണ്ട് ഇത് അറിയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചാണ് പിന്നെ ജീവിത വ്യവഹാരം സ്വീകരിക്കാൻ പറ്റൂല എന്ന് തെളിഞ്ഞല്ലോ ഇഷ്ടത്തിൻ്റെ നിലപാടോടെ. കാരണം എല്ലാ മാസവും കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കലണ്ടർ ആദ്യം മുൻകൂട്ടി ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ കലണ്ടർ ഇല്ലാത്ത ഒരു ജീവിത വ്യവഹാരം ക്രമപ്പെടുത്തിയ ഒരു സമൂഹം അതായിട്ട് നമ്മൾ മാറുകയാണ്. എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ വാശി പിടിച്ചാൽ, അതാണ് നമ്മൾ ചോദ്യത്തിൻ്റെ മറുപടി. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ വാശി പിടിക്കുകയാണ്, ഞാൻ വടികുത്തി നിഴൽ നോക്കി നബി ചെയ്ത പോലെ തന്നെ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചാൽ അവൻ പാപിയൊന്നല്ല. അങ്ങനെ അവനക്ക് സമയം അറിയാൻ പറ്റും. പക്ഷെ അവൻ പ്രാകൃതനാണ്. കാരണം പുതിയ കാലത്ത് അവന് ഗോളശാസ്ത്ര കണക്ക് അവലംബിക്കാവുന്നതാണ്, കലണ്ടർ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നിന്ന് മാറി ഈ പഴയ ഏർപ്പാടിൽ പുരോഗമിക്കാൻ നിൽക്കുന്നവൻ പ്രാകൃതനാണ്. ഇതേ അവസ്ഥ തന്നെയാണ്. പിന്നെ എന്താണ്, നബിയുടെ കൽപ്പനയില്ലാത്ത 3 മാസങ്ങളിൽ എന്തിനാണ് നമ്മളിങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഹിലാലിനെ അറിയാൻ കണക്ക് ഉപയോഗിക്കാം, അഥവാ ഗോളശാസ്ത്ര കണക്ക് കലണ്ടർ ഉപയോഗിക്കാം. അവിടെ എന്ത് വേണമെന്നില്ല, കാഴ്ച വേണം എന്നില്ല. കാരണം നബിൻ്റെ പ്രത്യേക കൽപ്പനയില്ല. അപ്പോൾ ഈ ഉത്തരത്തിൽ കൂടെ മാലിക് സലഫി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലനെ എല്ലാ മാസത്തിലേക്കും ആ കൽപ്പന കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം. അത് ആ പ്രൂഫ് പോയിന്റിൽ ഒളിഞ്ഞും തെളിഞ്ഞും അത് നമുക്ക് കാണാം. എല്ലാ മാസം കാണണമെന്ന് ഉണ്ട് കൽപ്പന എന്ന് പറയാം. അത് കാണുന്നത് ഞാൻ പറഞ്ഞ വിസ്റ്റം ഹിലാൽ വിങ് ഇപ്രാവശ്യം ഇറക്കിയ ഇതിൽ തന്നെ കാണാം. പിന്നെ ഈ പിന്നെ അവരുടെ ലഘുലേഖ അതിൽ ചോദ്യമാണ്, കൽപ്പനാസ്വരത്തിൽ നബി ആവശ്യപ്പെട്ടത് റമളാൻ, ശവ്വാൽ, ദുൽഹിജ്ജ എന്നീ നോമ്പ്, പെരുന്നാൾ മാസങ്ങളുടെ ഹിലാൽ കാണാനാണ്. ഇതര മാസങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊരു കൽപ്പനയില്ലാത്തതിനാൽ ആ മാസങ്ങൾ നിശ്ചയിക്കാൻ മറ്റു മാർഗങ്ങൾ അവലംബിച്ചുകൂടെ? അപ്പോൾ അവരെന്നെ സമ്മതിക്കുന്നുണ്ട്. ഏത് കൽപ്പനാസ്വരത്തിൽ നബി ആവശ്യപ്പെട്ടത് റമളാൻ, ശവ്വാൽ, ദുൽഹിജ്ജ എന്നീ നോമ്പ് പെരുന്നാൾ മാസങ്ങളുടെ ഹിലാൽ കാണാനാണ്.
അവരെന്നെ അംഗീകരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിന് ഉത്തരം കൊടുക്കുക. നബി കൽപ്പിച്ചത് മാത്രമല്ല ദീൻ, പ്രവർത്തിച്ചു കാണിച്ചതും മൗനാനുവാദം നൽകിയതുമെല്ലാം ദീനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നബി കൽപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ ദീൻ. നബി പ്രവർത്തിച്ചതും ദീനാണ്, നബി മൗനാനുവാദം കൊടുത്തതും ദീനാണ് എന്നാണ് ഇവർ ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ പോലും ഒരു ഘട്ടം വരെ പറഞ്ഞത് എന്താ, കൽപ്പന ഏത് മാസത്തിനുള്ളൂ, റമളാൻ ശവ്വാൽ ദുൽഹിജ്ജക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവർ തന്നെ അംഗീകരിച്ചു. ഇപ്പോൾ മാറ്റിയിട്ട് അവരെന്നെ പറയുന്നത് എല്ലാത്തിനും ഈ കൽപ്പന ബാധകമാണ് എന്ന ഒരു ഒളിച്ചു കടത്തൽ നടത്താനുള്ള ഒരു ശ്രമം അവിടെ നടക്കുകയാണ്. നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബിൻ്റെ സമ്പ്രദായം, ആ സമ്പ്രദായത്തെ വേറൊരു സിസ്റ്റത്തിലൂടെ, പുതിയ കാലത്തിൻ്റെ സിസ്റ്റത്തിലൂടെ നമുക്ക് നിലനിർത്താൻ പറ്റും, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ മറ്റേ പ്രൂഫ് പോയിൻറ്റിൻ്റെ ഒരു കണ്ടെത്തൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹിലാൽ കമ്മിറ്റിയുടെ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ എല്ലാ മാസവും കണ്ടിരുന്നു. പിന്നീടാണ് അത് ഒരു പുതിയ കാലങ്ങളിൽ വന്നപ്പോൾ ആണ് ഈ മാറ്റം കണ്ടു തുടങ്ങിയത്. 3 മാസത്തിൽ ചുരുങ്ങിയത് എന്തൊരു അബദ്ധമാണ്, അല്ലെങ്കിൽ അതൊരു നോണല്ലേ അതാ പറഞ്ഞത്? അല്ല, ഹിലാൽ കമ്മിറ്റി പണ്ട് മുതൽ ഇപ്പോൾ 1970-കളിൽ ഹിലാൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ 70-കളിലൊന്നും ഹിലാൽ കമ്മിറ്റി ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. 3 മാസം റമളാൻ ശവ്വാൽ ദുൽഹിജ്ജ ഈ 3 മാസം കണ്ടാൽ മതി, മറ്റു മാസങ്ങളൊന്നും കാണേണ്ടതില്ല എന്ന നിലപാടൊന്നും നമുക്കറിയില്ല. മാലിക് സലഫി അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഇത് പറഞ്ഞായിട്ട് പൂർവികർ പറഞ്ഞിട്ട് നമുക്കറിയില്ല. പണ്ട് മുതലേ എല്ലാ മാസം കാണണം എന്ന നിലപാടാണ്. ഇപ്പോഴാണ് ഇവരിത് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഹിലാൽ കമ്മിറ്റിയാണ്, ഇപ്പോഴത്തെ KNM ആണ് പറയുന്നത് 3 മാസം കണ്ടാൽ മതി, ബാക്കിയുള്ള മാസങ്ങൾ ഗോളശാസ്ത്ര കണക്ക് അവലംബിക്കാവുന്നതാണ് എന്നുള്ളത് ഇപ്പോഴാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ മൂപ്പർ അതിൽ പറയുന്നത്. എന്നിട്ട് വിചിന്തനം വായിക്കുന്നു, KNM ഇറക്കിയ മാസപ്പിറവി എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നു. ആകെ വായിച്ചിട്ട് കണ്ടില്ലേ എല്ലാ മാസം കാണണം എന്ന് പറഞ്ഞതിനായിട്ടാണ് ഞങ്ങളിത് മനസ്സിലാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ വിവാദം ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇത്ര വലിയ പണിയൊന്നുമില്ല. ഹിലാൽ കമ്മിറ്റി അതിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഈ 3 മാസം അല്ലാതെ വേറെ ഏതെങ്കിലും മാസത്തിൻ്റെ മാസപ്പിറവ് അറിയിക്കണം എന്നിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? അത് നോക്കിയാൽ മതി. അപ്പറിയാം വേറെ സ്വഭാവം എന്തായിരുന്നു. മാലിക് സലഫി അപ്പുറത്തെ ആളപ്പോൾ എനിക്കറിയില്ല, ഷമീർ മുണ്ടേരി അല്ലാതെ മറ്റൊരാളുണ്ടല്ലോ അപ്പുറത്ത്. മൂപ്പര് ഭയങ്കര തമാശ ഉണ്ടാ, മൂപ്പര് കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഇരുന്ന. ഓക്കെ, അപ്പോൾ മാലിക് സലഫി ഭയങ്കര ബുക്ക് വായിച്ച് സമർത്ഥിക്കുകയായിരുന്നു. ഇതൊന്നും സമർത്ഥിക്കില്ല. ഇപ്പോൾ ഞാൻ 25 കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ 25 കൊല്ലമായിട്ട് ഇന്ന് വരെ റമളാൻ മാസപ്പിറവി ഉണ്ടായാലും അറിയിക്കുക, മുഹമ്മദ് മദനി, AP അബ്ദുൽ ഖാദർ മൗലവി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഷവ്വാലിൻ്റെ ദുൽഹിജ്ജയുടെ മാസപ്പിറവി കണ്ടാൽ അറിയിക്കുക, AP അബ്ദുൽ ഖാദർ മൗലവി, ഹിലാൽ കമ്മിറ്റി ചെയർമാൻ, അല്ലെങ്കിൽ മുഹമ്മദ് മദനി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഷവ്വാലിൻ്റെ മാസപ്പിറവി അറിയിക്കാൻ പറ്റില്ല, മുഹറം അറിയിക്കാൻ പറഞ്ഞിട്ടോ, ഷാബാൻ അറിയിക്കാൻ പറഞ്ഞിട്ടോ, സഫർ അറിയിക്കാൻ പറഞ്ഞിട്ടോ, റബിയുൽ അവ്വൽ അറിയിക്കാൻ പറഞ്ഞിട്ടോ, റബിയുൽ ആഖിർ അറിയിക്കാൻ പറഞ്ഞിട്ടോ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു പരസ്യം ഇന്ന് വരെ വന്നിട്ടില്ല. നമുക്കറിയാണ്ടാണോന്നറിയില്ല. അവരുണ്ടെങ്കിൽ നമ്മളിതിൽ ഭാഷയൊന്നും പിടിക്കണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിലാൽ കമ്മിറ്റിക്ക് അങ്ങനെ നിലപാടുണ്ടായിരുന്നു. ഇതായിരുന്നു 1981 ഹിലാൽ കമ്മിറ്റി ഇറക്കിയ പത്രക്കുറിപ്പ് എന്നിട്ട് കാണിച്ചെന്ന് നമ്മൾ പിൻവലിക്കും. കാരണം നമുക്ക് നിർബന്ധമല്ലേ, ഇതിപ്പോൾ തെറ്റിയ നരകത്തിൽ പോണ കാര്യമൊന്നുമല്ലല്ലോ, നമ്മളെ അറിവ് പറയാണ്. ഇന്ന് വരെ ഇറക്കിയ ഒരു സംഭവമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഹിലാൽ കമ്മിറ്റി അത് ആകപ്പാടെ 3 മാസത്തെ സംബന്ധിച്ച് ചന്ദ്രപ്പിറവി കണ്ടാൽ അറിയിക്കുക ഫോൺ നമ്പർ കൊടുക്കുന്നു. അവർ വേറെ 9 മാസത്തെ പറ്റി ഒന്നും മിണ്ടണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ 9 മാസം അവർ മാസപ്പിറവി കാണാറില്ല എന്ന് മനസ്സിലാക്കാൻ പ്രൂഫ് പോയിന്റിൻ്റെ കസാര വന്നിരിക്കണ്ട. മനസ്സിലായി? അതിന് ഇച്ചിരി കോമൺ സെൻസ് ഉണ്ടായാൽ മതി. അപ്പോൾ അതിന് ബുക്ക് വായിക്കുന്നു, വിചിന്തനം വായിക്കുന്നു. ഇപ്പോൾ ഇത് AP അബ്ദുൽ ഖാദർ മൗലവിൻ്റെ ചോദ്യങ്ങൾ മറുപടികൾ ഭാഗം 2 അതിൽ ഈ മാസപ്പിറവിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ 78ാമത്തെ പേജിൽ AP സംസാരിക്കുന്ന കാണാം. ഈ മാസം കാണണമെന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാം, ഈ ആശയത്തിലുള്ള വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാളുകൾ പോലെയുള്ള മതകർമ്മങ്ങൾക്ക് മാസപ്പിറവി മാത്രമല്ല അതിൻ്റെ കാഴ്ച കൂടി അനിവാര്യമാണെന്ന് സിദ്ധിക്കുന്നു. അപ്പോൾ ഏതിനാണ് മാസപ്പിറവി മാത്രമല്ല അതിൻ്റെ കാഴ്ച കൂടി അനിവാര്യമാണെന്ന് സിദ്ധിക്കുന്നത്? ഏതാ? നോമ്പ്, പെരുന്നാൾ പോലുള്ള
കർമ്മങ്ങൾക്ക് എന്നാണ് AP അവിടെ പറയുന്നത്. ഇനി വേറെ സ്ഥലത്ത് AP പറഞ്ഞ ഹിലാൽ കമ്മിറ്റി ഒരിക്കലും അതിൻ്റെ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അത് വളരെ ലളിതവും സുതാര്യവുമാണ്. നോമ്പോ പെരുന്നാളോ തീരുമാനിക്കുന്നതിന് കണക്കല്ല കാഴ്ചയാണ് അടിസ്ഥാനം എന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് സ്വീകാര്യം. അവിടെ നോമ്പും പെരുന്നാളിൻ്റെ കാര്യമാണ് ഹിലാൽ കമ്മിറ്റിൻ്റെ പിന്നെ തട്ടകമായിട്ട് അദ്ദേഹം പറഞ്ഞത്. കണക്കനുസരിച്ച് ചന്ദ്രക്കല ആകാശത്തുണ്ടെങ്കിൽ പിന്നെ കാഴ്ചയുടെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവർ അപൂർവമായി നമ്മുടെ നാട്ടിലുണ്ട്. മതപരമായ വിശേഷ ദിവസങ്ങളാണ് നോമ്പും പെരുന്നാളും. അത് എന്നാണെന്ന് തീരുമാനിക്കപ്പെടേണ്ടത് മതത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നോമ്പും പെരുന്നാളിൻ്റെയും വിഷയത്തിലാണ് ഹിലാൽ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളൂ, ഹിലാൽ കമ്മിറ്റിൻ്റെ നിലപാടുണ്ടായിട്ടുള്ളൂ. ഇന്ന് വരെ വേണ്ട ഇപ്പോൾ വിസ്റ്റത്തിൻ്റെ ഇപ്പോൾ മാലിക് സലഫി ഉണ്ടല്ലോ, മാലിക് സലഫി അതിൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയും. എന്തെങ്കിലും ഹാജരാക്കാൻ ഇവരുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ, പൂർവികർ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹം. വേറെ അപ്പുറത്തിരിക്കുന്ന ആൾ പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ഇപ്പം ഉണ്ടാക്കിയ നിലപാടെന്നൊക്കെ പറയില്ല. ഇവർ KNM ഉണ്ടായിരുന്നല്ലോ, അന്ന് എന്തെങ്കിലും ഇവർ കണ്ടിട്ടുണ്ടോ മറ്റേതെങ്കിലും മാസം കാണാൻ ആഹ്വാനം ചെയ്യുന്നത്? ഇപ്പോൾ വിസ്റ്റം ചെയ്യുന്നത് എന്താ? ഇപ്പോൾ വിസ്റ്റം ചെയ്യുന്നത് എല്ലാ മാസം കാണാൻ ആഹ്വാനം ചെയ്യും, എല്ലാ മാസത്തിൻ്റെ മാസപ്പിരിവ് കണ്ട് അറിയിക്കണമെന്ന്. അപ്പോൾ എല്ലാ മാസവും കാണണം എന്നുള്ളവർ, ആ അഭിപ്രായമുള്ളവർ എല്ലാ മാസവും കാണണം, കണ്ടാൽ അറിയിക്കണം എന്ന പരസ്യം ചെയ്യും, സമസ്ത ചെയ്യും, ഖുറാഫികൾ ചെയ്യും. കാരണം എന്താ? ഖുറാഫികൾ എല്ലാ മാസം കാണുന്ന വിസ്റ്റം നിലപാടിലാണ്, അല്ല ഖുറാഫിൻ്റെ നിലപാടിലാണ് വിസ്റ്റം വന്നത്. നമ്മൾ തിരിച്ചങ്ങോട്ട് വേണ്ടേ, സീനിയർ ഖുറാഫിയാണ് ഈ വിഷയത്തിൽ, ജൂനിയറാണ് വിസ്റ്റം. അപ്പോൾ സീനിയർ പറയുന്നു, എന്നും വിസ്റ്റത്തിൻ്റെ സീനിയർ പറഞ്ഞിട്ടുണ്ട് എന്ത്? മാസം കണ്ടാൽ അറിയിക്കണം. അത് മുഹറത്തിനുണ്ട്, ഷഹബാനുണ്ട്, റബിയുൽ അവ്വലിനുണ്ട്, റബിയുൽ ആഖിറിനുണ്ട്, റജബിനുണ്ട്, പിന്നെ ദുൽഖഅദക്കുണ്ട്, ദുൽഹിജ്ജക്കുണ്ട്, എല്ലാ പിന്നെ അതുപോലെ തന്നെ റമളാനിനുണ്ട്, ശവ്വാലിനുണ്ട്. എല്ലാത്തിനും അവർ മാസം കണ്ടാൽ അറിയിക്കുക. അവരെ ഇന്ന ആൾ കാളി അല്ലെങ്കിൽ ഇന്ന ആൾ. വിസ്റ്റം ഇപ്പോൾ ജൂനിയർ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ സമസ്തൻ്റെ പോലെ തന്നെ എന്ത് ചെയ്യാണ്? ഇത് എല്ലാ മാസവും കണ്ടാൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവരും ഇത് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഹിലാൽ കമ്മിറ്റിയുടെ മാത്രം അങ്ങനെ കാണാത്തത് പരസ്യം എല്ലാ മാസവും? ഹിലാൽ കമ്മിറ്റിൻ്റെ എപ്പോഴും കാണാം 3 മാസം. അപ്പോൾ ഉറപ്പായില്ലേ ഹിലാൽ കമ്മിറ്റിൻ്റെ നിലപാട് 3 മാസം കണ്ടാൽ മതി, ബാക്കി മാസങ്ങൾ കണക്കനുസരിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് മനസ്സിലാവില്ല. പിന്നെ അതിന് വലിയ ഗവേഷണമൊന്നും ചെയ്യാൻ, അതിന് പ്രൂഫ് പോയിൻ്റ് ഇറക്കി അതിനെ മാലിക് സലഫി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു പരസ്യം എന്താ 1988 ഹിലാൽ കമ്മിറ്റി റജബ് കാണാൻ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾക്ക് അടിച്ച പരസ്യം. എന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിൻവലിച്ച് നമ്മൾ ഈ തർക്കത്തിനൊന്നുമില്ല വിഷയത്തിൽ, അങ്ങനെ കാണിച്ചാൽ നമ്മൾ പിൻവലിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഫിഖിയായ ഖുർആൻ്റെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ഗൗരവപ്പെട്ട ഒരു ഭയങ്കര സംഭവമായിട്ട് തെറ്റിയാൽ നരകത്തിൽ പോകുന്ന ഒരു വിഷയമൊന്നുമല്ല. ഇല്ലല്ലോ, കമ്മിറ്റി അങ്ങനെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടാൾക്ക് തെറ്റി, നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ്, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് തിരുത്തുകയും ചെയ്യാം. മാത്രമല്ല നാളെ മേലേക്ക് ഇത് ആവർത്തിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ വല്ലാണ്ട് മാലിക് സലഫിനോട് പറയാനുള്ള വല്ലാണ്ട് ബുക്ക് വായിക്കേണ്ട. ഈ ഒരു പരസ്യം കാണിച്ചാൽ തീരേണ്ട പ്രശ്നമുള്ളൂ. അതിങ്ങനെ ഉരുട്ടി, അല്ലെങ്കിൽ പണ്ട് എനിക്കിപ്പോൾ ഈ മാലിക് സലഫി ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് AP പറഞ്ഞൊരു കാര്യത്തിന് ഓർമ്മ വരുന്നത്. മാലിക് സലഫി അവിടുന്ന് വായിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയ വേർഡുകളിന് ഈ പറഞ്ഞു. കാരണം അവിടെ കണക്കും കാഴ്ചയും തമ്മിൽ കണക്ക് വേണോ കാഴ്ച വേണോ എന്നുള്ള തർക്കം നടക്കുന്നത്. അവിടാണ് പിന്നെ കാഴ്ച വേണമെന്ന് നമ്മൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാചകങ്ങൾ ആ ഫ്രെയിമിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ 3 മാസം അല്ലാത്ത മാസം ഗോളശാസ്ത്രം അവലംബിക്കാന്ന് പറഞ്ഞ ഫ്രെയിമിൽ കൊണ്ടുവെക്കാൻ എളുപ്പമാണ്, മുറിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഈ കൊണ്ടുവന്നത്. അപ്പോൾ മൂപ്പര് ബുദ്ധിമുട്ട്. അപ്പോൾ പണ്ട് AP അബ്ദുൽ ഖാദർ മൗലവിനോടാണ് തോന്നുന്നുണ്ട്, ആരോ ചോദിച്ചിങ്ങനെ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് തെളിയിക്കാൻ പിന്നെ ഞങ്ങളെ ഇന്ന ഉസ്താദ് 100 പേജുള്ളൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞിത്രേ, സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് വെച്ചാൽ ഒരു തുണ്ട ഹദീസ് എഴുതി കൊടുത്താൽ മതിയായിരുന്നല്ലോ, 100 പേജൊന്നും എഴുതണ്ടല്ലോ. അപ്പോൾ 100 പേജ് എഴുതിയ നിലക്ക് മുമ്പ് ഹദീസൊന്നും ഇല്ല, അത് തന്നെ 100 പേജ് ആക്കിയെന്ന് പറഞ്ഞ പോലെ ഈ മാലിക് സലഫി ഇങ്ങനെ വായനോട് വായന. അപ്പോൾ കൂടുതൽ വായിക്കണ്ട. ഞാൻ പറഞ്ഞു മാലിക് സലഫി ഇത്ര റിസ്ക് എടുത്ത് ബുദ്ധിമുട്ടി ആ സമയം പാഴാക്കണ്ട. ആ പരസ്യം ഒരു പരസ്യം ഹിലാൽ കമ്മിറ്റിൻ്റെത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതാ റജബിൽ ക്ഷണിച്ചത്, അത് കൊണ്ടുവന്നാൽ ഞങ്ങൾ പിൻവലിച്ച്. ശരി, പഴയകാലത്ത് ഹിലാൽ കമ്മിറ്റിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ ചർച്ച മുന്നോട്ട് പോകും. ഇത് കാരണം ഹിലാൽ കമ്മിറ്റിക്ക് ആ അഭിപ്രായം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് ഒരു ഇസ്ലാമിക സൊസൈറ്റിയിൽ നടക്കേണ്ട ഒരു ചർച്ച തന്നെയാണ്.
മാസം അവലംബിക്കാൻ നബിൻ്റെ കൽപ്പനയില്ലാത്ത വിശാലമായ നമുക്ക് ഏത് തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള നമസ്കാരത്തിൽ വടികുത്തി നിഴലിലേക്ക് ബാങ്ക് കൊടുക്കണോ അതല്ല കലണ്ടർ അവലംബിക്കണോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ ചൂസ് ചെയ്തതുപോലെ തിരഞ്ഞെടുത്തതുപോലെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന 9 മാസങ്ങളിൽ പിന്നെ നമുക്ക് ഗോളശാസ്ത്ര കണക്ക് അവലംബിക്കാൻ പറ്റൂലേ എന്നൊരു ചർച്ച മുന്നോട്ട് പോകും. ഹിലാൽ കമ്മിറ്റി ഇനി പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് മുന്നോട്ട് പോകും. പക്ഷേ അങ്ങനെ ഒരു സാധനം കാണിച്ചെന്ന് കഴിഞ്ഞാൽ പ്രൂഫ് പോയിന്റിന് കുറേ സമയം ലാഭിക്കായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത പിന്നെ അതിൽ വന്നിട്ടുള്ളൊരു ഭയങ്കര, അതായത് കേനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സുന്നത്ത് എടുക്കാൻ താല്പര്യമില്ലാത്തവരും വിശുദ്ധം എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ നിറകുടങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആ അറ്റത്തിരിക്കുന്ന ആളെ പേര് എനിക്കറിയില്ല, ജാമ്യയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട് ഇതിൽ 12 മാസം സുന്നത്ത് എടുക്കാനുള്ള ആ ഒരു കാര്യമാണ് കേനം ഇല്ലാണ്ടാക്കിയത്. ഈ 3 മാസത്തിൽ ഒതുക്കിയിട്ട് 12 മാസം എടുക്കാൻ പറ്റിയ സുന്നത്തിനെ നശിപ്പിച്ച് കളഞ്ഞു. അല്ല, ഞാൻ ആ ചങ്ങായിനെ എനിക്കും പേരും അറിയില്ല. ഞാൻ ചില പ്രൂഫ് പോയിന്റ് മൊത്തം കണ്ടിട്ടില്ല. ഇവർ ഇറക്കിയിട്ടുള്ള ക്ലിപ്പുകൾ കണ്ടാണ് ഞാൻ. പ്രൂഫ് പോയിന്റ് മൊത്തം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ ആളെ പേരുണ്ടാവുക, അത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത് കാണാൻ പ്രയാസമായിട്ടൊന്നുമില്ല. ചങ്ങായി ഒരു ഹരണ്ടാ നമുക്ക് മുപ്പരുണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തടുത്ത് കയറി ഓരോന്ന് പറയുക, എന്നിട്ട് പള്ളർച്ച് വാങ്ങി തിരിച്ചു പോകാന്ന് പറഞ്ഞല്ലോ. ഈ ജാതി അവസ്ഥ മൂപ്പരയിൽ കാട്ടിക്കൂട്ടുന്നത്. മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇഷ്ടം എല്ലാ മാസം കാണണമെന്ന അഭിപ്രായക്കാരനാണല്ലോ. അപ്പോൾ ഹിലാൽ കമ്മിറ്റി ആണെങ്കിൽ 3 മാസം നബിൻ്റെ കൽപ്പനയുള്ള 3 മാസങ്ങൾ കണ്ടാൽ മതി. നബിൻ്റെ കൽപ്പന ഇല്ലാത്ത നബിൻ്റെ ഒരു സമ്പ്രദായം മാത്രമായിട്ടുള്ള മറ്റുള്ള മാസങ്ങളിൽ ഗോളശാസ്ത്ര കണക്ക് അവലംബിച്ചാൽ മതി എന്ന ഇതാണല്ലോ. അപ്പം മുസ്ലിങ്ങൾക്ക് മാസം കാണൽ ഒരു ആരാധനയാണല്ലോ, ഒരു ഇബാദത്താണ്. മൂപ്പര് ഭയങ്കര ഗവേഷണമായിട്ട് മാസം കാണലൊരു ഇബാദത്തിന്. അപ്പോൾ ഇങ്ങനെ 3 മാസം കണ്ടാൽ മതി എന്ന് പറഞ്ഞോളൂ കൂടെ ബാക്കി 9 മാസം കാണാനുള്ള മുസ്ലിങ്ങളുടെ സുന്നത്തെടുക്കാനുള്ള ചാൻസാണ് ഹിലാൽ കമ്മിറ്റി ഇല്ലാണ്ടാക്കിയത്. അതാണ് മൂപ്പര് ദുഃഖം. മൂപ്പര് ദുഃഖം അതിന് അല്ല. അതിൽ എൻ്റെ രസം തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി അപ്പോൾ അങ്ങനെ എല്ലാ മാസം കാണാൻ 29 ഇപ്പോൾ മാസം കാണാതിരിക്കാം, 30 ഇരിക്കൂലല്ലോ, 31 ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ 29 ഇരിക്കും. അപ്പോൾ 29 3 മാസം കേന്നന്മാരിലിരിക്കുക കാണാൻ. അപ്പോൾ അവന് നോക്കും, അപ്പോൾ അവനക്ക് 3 മാസമല്ല സുന്നത്ത് കിട്ടുള്ളൂ. വിശുദ്ധക്കാരന് 12 മാസം ആ സുന്നത്ത് കിട്ടിയല്ലോ. അതാണ് പറഞ്ഞാൽ മൂപ്പര വിഷയം പഠിച്ചിട്ടില്ല, എന്നിട്ട് വന്നുകൊണ്ടിരിച്ചിരിക്കുന്നത് കണ്ണയിൽ കണ്ടിരിക്കാതിരുത്താന്നല്ലാതെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഡീപ്പായിട്ട് പഠിക്കാതെ, പ്രാഥമികമായ കാര്യം ഡീപ്പായി പഠിക്കാതെ, ഞാൻ പറഞ്ഞ എല്ലാ വിഷയവും ഡീപ്പായി പഠിക്കാൻ പറ്റുന്നില്ല, പ്രാഥമികമായ മൗലികമായ വിഷയങ്ങൾ ഡീപ്പായി പഠിക്കാത്ത ആൾക്കാരെ കൊണ്ടിട്ട് ഈ വക പ്രൂഫ് പോയിന്റിൽ പിന്നെ അരിയാൻ വേണ്ടി കൊണ്ടിരുത്തണം. ഞാൻ പറഞ്ഞാൽ അതൊരു ഡിബേറ്റിലൊക്കെ ആയിരുന്നു കിട്ടില്ല. അപ്പം വലിച്ച് കീറൊട്ടിച്ച് എല്ലാവരും പൂമാലിട്ട് സലാമത്താക്കി ടാറ്റെടുത്ത് പറഞ്ഞേച്ചനെ വലിയ ഡിബേറ്റൊക്കെ ആയിരുന്നു കിട്ടുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം ആ കുട്ടീൻ്റെ കാര്യത്തിൽ നിന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കാരണം എന്താ അറിയോ, വിഷ്ടം 29 മാസം കാണാത്ത മാസം നോക്കാനിരിക്കാത്ത മാസങ്ങളുണ്ട്. അപ്പം അതും ഇയാൾ മറന്ന്, ചർച്ചക്കടയിൽ മൂപ്പര മറന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ സെറ്റ് ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ടം മാസം കാണുള്ളൂ, പോയിരിക്കുള്ളൂ. മൂൺ സെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചിട്ട് ശേഷം അസ്തമിക്കുന്ന ചന്ദ്രൻ ഉള്ള മാസം മാത്രമേ ആരിയ്ക്കൂ 29 വിഷ്ടരിക്കൂ. മറ്റൊരു ദുഃഖം എന്താണ്, 12 മാസം ഇരിക്കേണ്ട ഇരിപ്പ് ആര് കൊളാക്കി? ഹിലാൽ കമ്മിറ്റി കൊളാക്കി 3 മാസമാക്കിയല്ലോ. അപ്പോൾ വിഷ്ടോ, ഞാൻ ജസ്റ്റ് ഇവൻ്റെ വർത്താനം കേട്ടപ്പോൾ ഞാൻ ചിരിച്ചിട്ട് എന്തൊക്കെയാണ് ഈ ഭയങ്കര കാര്യത്തിൽ എന്താ പറയുക വിഡിത്തൊരു അലങ്കാരമാക്കുക, എന്നിട്ട് അതിങ്ങനെ അവതരിപ്പിച്ചിട്ട് ഒരു നോട്ടൊക്കെ ഉണ്ട്, എന്തോ സംഭവം ചെയ്ത പോലെ ആയിട്ട്. ഏതായാലും പോട്ടെ, ഞാനൊരു തമാശേൻ്റെ മുമ്പിൽ എടുത്തിട്ടില്ല, ഞാൻ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ആവശ്യം വരുമ്പോൾ നമുക്ക് കുഞ്ഞു വേണമെങ്കിൽ സെപ്പറേറ്റ് കൊത്തിയിട്ട് എടുക്കാം സമയമാകുമ്പോൾ. ഞാൻ 2024 വിസ്ഡം പിന്നെ നോക്കാനിരിക്കണം. 29 നോക്കുക. അത് ഇനി അടുത്ത പ്രാവശ്യം പൊട്ടത്തരം പറയാനിരിക്കണ്ട. 29 നോക്കി, 29 കണ്ടെങ്കിൽ 30 പൂർത്തീകരിക്കില്ല, പിന്നെ 30 ദിവസം പോയിട്ട് ഒരു മാസം കാണാതിരിക്കലില്ല. അപ്പോൾ അത് ആദ്യം തന്നെ വിഷ്ണു കുട്ടികൾ മനസ്സിലാക്കണമെന്നല്ലേ. അപ്പോൾ 2024 ഈ വർഷം 29 ദിവസം സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്ന മാസങ്ങൾ ഞാൻ നോക്കി
കലണ്ടർ എടുത്തിട്ട് നോക്കി. അപ്പോൾ റമദാൻ 29-ന് സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും. അപ്പോൾ റമദാൻ 29-ന് ആരും നോക്കിയിട്ടില്ല, വിസ്തം കാണാൻ പോയിട്ടില്ല. കാണൂല എന്നല്ല, വിസ്തം നോക്കാൻ പോയിട്ടില്ല, സുന്നത്ത് പോയി. റമദാന് കളഞ്ഞ് സുന്നത്ത്. ഹിലാൽ കമ്മിറ്റിൻ്റെ മാസം നോക്കുന്ന സുന്നത്ത് കളഞ്ഞത്, ഇത് റമദാന് കളഞ്ഞ്. ദുൽഖഅദ 29-ന് സൂര്യൻ അസ്തമിക്കുന്നതിലും സെക്കൻഡുകൾക്കും മിനിറ്റുകൾക്കും മുമ്പ് ആര് അസ്തമിക്കും? ചന്ദ്രൻ അസ്തമിക്കും. അപ്പോൾ അന്ന് വിസ്തം നോക്കൂല, മൂൺ സെറ്റ് ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുക. അപ്പോൾ അന്ന് നോക്കൂല. അപ്പോൾ ദുൽഖഅദയിൽ ഏത് കളഞ്ഞ്? സുന്നത്ത് കളഞ്ഞ് വിസ്തം. ഇനിയിപ്പോൾ മുഹറം, ഈ മാസം മുഹറം 29-ന് എന്താവും? ചന്ദ്രൻ സൂര്യന് മുമ്പ് അസ്തമിക്കും. അപ്പോൾ അന്ന് വിസ്തം നോക്കൂല, 29-ന് വിസ്തം നോക്കൂല. റബീഉൽ അവ്വൽ 29, അന്നും എന്താണ് സംഭവിക്കാൻ പോണത്? ചന്ദ്രൻ അസ്തമിക്കും, സൂര്യന് മുമ്പ് അസ്തമിക്കും. മനസ്സിലായി? അപ്പോൾ അന്നും വിസ്തം നോക്കൂല. റബീഉൽ ആഖിർ, അതിനും എന്ത് സംഭവിക്കും? സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും, അന്നും വിസ്തം നോക്കാതിരിക്കില്ല. അപ്പോൾ ഈ വർഷം 5 മാസം, ഈ വർഷം 5 മാസം വിസ്തം എന്ത് ചെയ്യുന്നില്ല? 29-ന് നോക്കാൻ പോകുന്നില്ല. മറ്റുള്ള ദുഃഖം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 12 മാസം കാണുക എന്നത് തന്നെ ഒരു ആരാധനയായിരുന്നു. ആ ആരാധനയാണ് ആര് കളഞ്ഞത്? ഹിലാൽ കമ്മിറ്റി 3 മാസമാക്കി ഒതുക്കിയില്ലേ. ഇപ്പം എത്ര മാസം വിസ്തത്തിന്? എത്ര തട്ടി വിസ്തം? 5 മാസം തട്ടി. 7 മാസം കിട്ടി. നമ്മളൊക്കെ 4 മാസത്തിന് മെച്ചം. ദുഃഖം മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി മൂപ്പര് വേറെ കാര്യങ്ങളുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രൂഫ് പോയിന്റിൻ്റെ ഇത് തുടരുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ തുടരാം. അപ്പോൾ അത്ര ഉള്ളോ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് അലക്കി വിടുമ്പോൾ ആലോചിക്കണം, സ്വന്തം കൊമ്പനായിരിക്കുന്ന കൊമ്പനാണോ വെട്ടണേ എന്ന് ആലോചിച്ചിട്ട് വേണം ഈ വക കാര്യങ്ങൾ പറയാൻ എന്ന് പ്രത്യേകം പറയാം. അതുകൊണ്ട് ഈ മൂൺ സെറ്റ് ലാഗ് ഉണ്ടല്ലോ, അത് വിസ്തത്തിൻ്റെ സെലഫിയത്തും ഇല്ലാണ്ടാക്കും. വിസ്തത്തിൻ്റെ പിന്നെ ഈ പറഞ്ഞ സുന്നത്ത്, കരയിന് സുന്നത്ത് 12 മാസം പോയോണ്ട് ഇങ്ങനെ കിട്ടാത്തതുകൊണ്ട്. വേറെ ചില ആൾക്കാർ വേറൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിന്നെ അടുത്തതിൽ പറയാം, നല്ല ഞാൻ സൂചന നൽകുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലണ്ടർ നോക്കിയിട്ട് നിങ്ങൾ മാസപ്പിറവി നോക്കുമ്പോൾ പിന്നെ അല്ലാഹുമ്മ എന്നിട്ട് പ്രാർത്ഥന ഉണ്ടല്ലോ മാസപ്പിറവി കാണണ്ടേ, ആ പ്രാർത്ഥന കലണ്ടർ നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുക, ചന്ദ്രൻ നോക്കിയിട്ടാണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് വിസ്തത്തിൻ്റെ. അപ്പോൾ ഈ 5 മാസം കലണ്ടറിലേക്ക് നോക്കിയിട്ട് അല്ലാഹു മഹിൽന എന്നാ ചൊല്ലും, മറ്റിടത്തേക്ക് മാനത്തേക്ക് നോക്കിയിട്ട് ചൊല്ലും. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഇതുകളുണ്ട്. ഏതായാലും വിസ്തവും അതിൽ പ്രത്യേകിച്ചൊരു പിന്നെ ക്വാളിറ്റി അവകാശപ്പെടാനൊന്നുമില്ല. മുസ്ലിങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവും. മൂൺ സെറ്റ് ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷം 4-5 മാസം എന്തായാലും ഏതുണ്ടാകും? ഈ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോവും. അപ്പോൾ വിസ്തത്തിന് 12 മാസം കാണാൻ കിട്ടൂല. മൂപ്പര് വിസ്തത്തിന് രാജിവെക്കണം. എന്നിട്ട് അസൽ ഖുറാഫാത്തിൽ ഖുറാഫിൻ്റെ അടുത്ത് പോകുക, സീനിയർ മാസപ്പിറവിക്കാരൻ്റെ അടുത്ത് പോയിരിക്കുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ സെറ്റ് ലാഗം നോക്കണ്ട, ഒന്നും നോക്കണ്ട, എല്ലാ മാസം മൂപ്പർക്ക് ഇബാദത്ത് എടുക്കാം. നബി പറഞ്ഞല്ലോ 12 മാസം ഏതെടുക്കാൻ പറഞ്ഞ്. പിന്നെ മാസം കാണൽ തന്നെ ഒരു ഇബാദത്ത്, കാണാതിരിക്കൽ തന്നെ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് ഹിലാൽ കമ്മിറ്റിക്ക് 3 മാസമല്ലേ എന്നിട്ട് മൂപ്പർക്ക് അറിയല്ലേ. മൂപ്പർക്ക് 12 മാസം കിട്ടണമെങ്കിൽ സീനിയറുടെ അടുത്ത് പോകണം. മാസപ്പിറവി വിഷയത്തിൽ സീനിയർ ഖുറാഫികളുടെ അടുത്ത് പോകണം. അപ്പോൾ എല്ലാ മാസം ഷാഫികളൊപ്പം ഇരുന്നിട്ട് കടപ്പുറത്തിരുന്നിട്ട് മൂപ്പർക്ക് കണ്ട് സുന്നത്തിലേക്ക്. വിസ്തത്തിന് മൂപ്പർക്ക് പറ്റില്ല, കാരണം മൂൺ സെറ്റ് ലാഗ് വിസ്തം അംഗീകരിച്ചു. അല്ലെങ്കിൽ വിസ്തം മൂൺ സെറ്റ് ലാഗ് ഒഴിവാക്കിയിട്ട് ഖുറാഫികളെ പോലെ എന്ത് സൂര്യന് മുമ്പ് അസ്തമിക്കുന്ന ചന്ദ്രൻ, എന്ത് ചന്ദ്രന് മുമ്പ് അസ്തമിക്കുന്ന സൂര്യൻ, ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞല്ലോ. അത് ഭൂമി ഉരുണ്ടാലും പരന്നാലും എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ പോലത്തെ ആ പഴയ കാലത്തെ പിന്നെ പുരോഹിതന്മാരുണ്ടല്ലോ, ആ ലെവലിലേക്ക് അടിയിലേക്ക് വളരാം. അതാണ് മൂപ്പർക്ക് നമുക്ക് പറയാനുള്ള നിശ്ചയത്ത്. പിന്നെ ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ മാസവും അഹില്ലകൾ കൊണ്ടാണ് ആരംഭിക്കേണ്ടത് എന്നാണല്ലോ പണ്ഡിതന്മാരുള്ള അഭിപ്രായം. അപ്പം അത് എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കണില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, അതിപ്പോൾ പ്രൂഫ് പോയിന്റ് ഞാൻ ശ്രദ്ധിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സമർത്ഥനം. മാലിക് സലഫി, പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു എല്ലാ മാസവും പിന്നെ എല്ലാ മാസങ്ങളും അഹില്ലയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കാർക്ക് ഇതിൽ അഭിപ്രായമുള്ളത്? അഹില്ല വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അഹില്ല എന്ന് പറഞ്ഞത് ഹിലാലിൻ്റെ ജമാണ്. അതിനിപ്പോൾ അഹില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഹിലാൽ
എന്ന്. യസ് അലൂനക്ക അനിൽ അഹില്ല, നിന്നോടവർ അഹില്ലയെപ്പറ്റി ചോദിക്കുന്നു, ഹിലാലുകളെ പറ്റി ചോദിക്കുന്നു. ഖുൽ, നബിയെ പറയുക, ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്, അത് മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. ഏത്? ഹിലാലുകൾ. അതന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇവർ മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളെന്തോ ഹിലാൽ സ്വീകരിക്കാത്ത ആൾക്കാരാണ്, നമ്മളെന്തോ ന്യൂമൂണോ അല്ലെങ്കിൽ വേറെന്തോ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഉണ്ടാവും അവരുടെ ഇടയിൽ സ്വാഭാവികമായിട്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഭയങ്കര കാര്യമായിട്ട്. അതാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ അത് പിന്നെ മാസപ്പിറവി കണക്കിൻ്റെ ആളുകൾക്കെതിരെ പറഞ്ഞിരിക്കും. കണക്ക് അവലംബിച്ചുകൊണ്ട് ന്യൂമൂൺ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കെതിരെ പറഞ്ഞ ഭാഗമായിരിക്കും കട്ട് ചെയ്തിട്ടാണ് നമുക്കെതിരെ ഇട്ടിട്ടുള്ളത്. നമ്മൾ അഹില്ല കാണാൻ തന്നെ, അഹില്ലനാണ് മാസം നിർണ്ണയിക്കാനുള്ള ഉപാധി, അതന്നെയാണ് അടിസ്ഥാനം. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആനാണ് പറഞ്ഞത് പിന്നെ സൂറത്ത് ബഖറയിൽ യസ് അലൂനക്ക അനിൽ അഹില്ല, അഹില്ലകളെ പറ്റി, ഹിലാലുകളെ പറ്റി അവർ ചോദിക്കുന്നു. കുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. അപ്പോൾ അള്ളാഹ് അതാണ് ഹജ്ജിൻ്റെ നിർണയത്തിന്, മാസനിർണയത്തിനുള്ള ഉപാധി എന്നല്ല പറയുമ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല എന്ന് നമ്മൾ പറയില്ലല്ലോ. അഹില്ല അതന്നാണ്. പക്ഷെ ഇവർ ധരിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെന്താ അഹില്ലനെ കാണുന്നതിനെ പുറത്തുനിന്ന് നമ്മൾ അഹില്ല കാണണം, ഹിലാൽ കാണണം എന്ന് തന്നെയാണ് നമ്മളെ വാദം. പക്ഷേ ആ ഹിലാല് കാണൽ മതപരമായി നമ്മൾ നിർബന്ധമുള്ളത്, അതായത് തഅബ്ബുദിയായ ഒരു ആരാധനയായി നമ്മൾ അനുഷ്ഠിക്കേണ്ടത് 3 മാസങ്ങളിലാണ്. അത് കാണണം എന്നുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞ ഏത് പിന്നെ റമളാൻ, ശവ്വാൽ, ദുൽഹിജ്ജ എന്ന് പറഞ്ഞത്. മറ്റ് മാസങ്ങളിൽ അഹില്ലയെ ഗോളശാസ്ത്ര കണക്കൊണ്ട് മനസ്സിലാക്കിയാൽ മതി. അഹില്ലനാണ് സാധനം. അഹില്ലനെ കണ്ണുകൊണ്ട് മനസ്സിലാക്കണോ അഹില്ലനെ ഗോളശാസ്ത്ര കണക്കൊണ്ട് മനസ്സിലാക്കണോ എന്നുള്ളതാണ് നമുക്കിടയിൽ തർക്കമുള്ളൂ. അതിൽ അഹില്ലയെ പിന്നെ ആധുനിക ഗോളശാസ്ത്ര കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത ദിവസം ഇതാക്കാം. എങ്കിലേ നമുക്കൊരു കലണ്ടർ ഉണ്ടാവൂ, എങ്കിലേ നമുക്കൊരു സൊസൈറ്റി, ഒരു ആധുനിക സൊസൈറ്റി ആയിട്ട് വളരാൻ പറ്റൂ. നമ്മുടെ പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് കലണ്ടർ ഉണ്ടാക്കിയെന്നാണല്ലോ ചരിത്രത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അന്ന് മുതൽ സ്വഹാബത്തിൻ്റെ വളർച്ചയ്ക്ക് ഏത് വളരുന്ന സമൂഹത്തിനും കലണ്ടർ വേണം. ആ കലണ്ടറിനെ കൊല്ലുന്ന ഏർപ്പാടാണ് ഇപ്പോൾ വിസ്ഡം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇസ്ലാമിക് കലണ്ടർ എന്നത് വേണ്ടെന്ന് പ്രഖ്യാപിച്ചതിന് തുല്യമാണ് ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. എന്നിട്ട് അഹില്ല കാണാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇബ്നു തൈമിയ്യ പറയുന്നത്? ഇബ്നു തൈമിയ്യ പ്രമാണമൊന്നുമല്ലല്ലോ. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്നിട്ടാണ് ഇപ്പൊ ഫത്വൊക്കെ വായിക്കുന്നത്. എന്തിനാ ആയത്തോതിയാ പോരെ? ആയത്തോതിയാ മതി. അഹില്ല കാണാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന്. അഹില്ല കാണാൻ തന്നെ വേണം. അതന്നെ അഹില്ല അടിസ്ഥാനത്തിൽ തന്നെയാണ് മാസം നിർണ്ണയിക്കേണ്ടത്. അത് കാണൽ നമുക്ക് നിർബന്ധമായിരിക്കുന്ന ഏതാണ്? ഈ പറഞ്ഞ 3 മാസങ്ങളാണ്. മറ്റും 9 മാസങ്ങളിൽ, അഥവാ റമളാൻ, ശവ്വാൽ, ദുൽഹിജ്ജ അല്ലാത്ത 9 മാസങ്ങളിൽ അഹില്ലയെ നമുക്ക് കണക്ക് കൊണ്ട് മനസ്സിലാക്കിയെടുത്താൽ മതിയോ എന്നുള്ളതാണ് തർക്കത്തിൻ്റെ കാര്യം. അപ്പോൾ നമ്മളോട് ഇനി വേറെ ഫത്വ ഒന്നും പറയാൻ നിൽക്കണ്ട ഈ വിഷയത്തിൽ. അഹില്ല കാണണം എന്നിട്ട് ഫത്വ ഒന്നും ഉദ്ധരിക്കാൻ നിൽക്കണ്ട. അഹില്ല തന്നെയാണ് കാണേണ്ടത്. നമുക്ക് അതിന് എതിർപ്പില്ല. അത്ര അതിൽ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അഹില്ലനെ കുറിച്ച് ഖുർആൻ്റെ ആയത്ത് തന്നെ വെച്ച് പറഞ്ഞല്ലോ. ഇപ്പം അഹില്ല എന്ന് പറഞ്ഞത് മീക്കാത്ത് ആണ്. പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള അങ്ങനെ നോമ്പിന്, ഹജ്ജിന്, അതുപോലെ ഇദ്ദ, 2 മാസം നോമ്പ്, തുടർച്ചയായിട്ടുള്ള നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു കണക്ക് ഈ മീക്കാത്തുകൾ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കണക്ക് പറ്റൂല എന്നല്ല അതിന് വരുന്നത്. ഇതന്നെയല്ല അതിന് സമർത്ഥിക്കാനുള്ളത്. അല്ല, അതിന് പ്രത്യേകിച്ച് ഇനി ഒരു വിതർക്കം നടത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് കാലം നിർണ്ണയിക്കാനുള്ള, അത് മാസം നിർണ്ണയിക്കാനുള്ള മീഖാത്ത്, മവാഖീത്ത്, ഹിയ മവാഖീത്ത് അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചു. മീഖാത്തിൻ്റെ ജമ്മല മവാഖീത്ത്. അപ്പോൾ കാലനിർണ്ണയം നടത്താനുള്ള ഉപാധി അഹില്ലകളാണ്, ഹിലാലുകളാണ്. അതിൽ നമുക്ക് എതിരഭിപ്രായമില്ല. അപ്പോൾ ഒരാൾക്ക് ശഅബാൻ നിശ്ചയിക്കാനുള്ള ഉപാധി എന്താ? ഹിലാലാണ്. ഒരാൾക്ക് ദുൽഖഅദ നിശ്ചയിക്കാനുള്ള ഉപാധി എന്താ? ഹിലാലാണ്. റജബോ ഹിലാലാണ്. 12 മാസം ഹിലാലാണ്. നമ്മൾ ചോദിക്കുന്നത് ആ ഹിലാലിനെ കാണണം, കണ്ടേ പറ്റൂ, കാണാതെ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് മാസങ്ങളിലാണ്? അത് 3 മാസത്തിലാണ്. ആ 3 മാസത്തിൽ
ആ കാണുക എന്നത് കണ്ടിട്ടേ നോമ്പെടുക്കാൻ പറ്റൂ, കണ്ടിട്ടേ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂ എന്നത് തഅബ്ബുദിയാണ്. മാറ്റാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഹിക്മത്തിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഹിക്മത്തൊന്നും മനസ്സിലാകത്തിന് അപ്പടി സ്വീകരിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മളത് സ്വീകരിക്കുന്നത്. മറ്റ് 9 മാസങ്ങളിൽ നബിയിൽ നിന്ന് അങ്ങനെ ഒരു എന്ത് വന്നിട്ടില്ല, കൽപ്പന വന്നിട്ടില്ല. അപ്പോൾ ആ കൽപ്പന വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹിലാലിനെ കണക്ക് കൊണ്ട് മനസ്സിലാക്കിയാൽ പോരെ, കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കണോ? അതാണ് ഇപ്പോൾ 2 പ്രശ്നം. ഹിലാലിന് ഒരു മാസം കണ്ണുകൊണ്ട് നോക്കി കണ്ട് മനസ്സിലാക്കണോ, കണക്ക് കൊണ്ട് കൃത്യമായിട്ട് ഹിലാലിനെ മനസ്സിലാക്കാൻ സാധിക്കണോ? ഇതാണ് ബാക്കി 9 മാസത്തിൽ നമുക്കെടുക്കാനുള്ള പിന്നെ ഒരു വിശാലത. അതല്ല ഒരാൾ കണ്ണുകൊണ്ട് നോക്കി കാണുള്ളൂ എന്നുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല, നമ്മൾ തെറ്റാണെന്ന് പറയണമില്ല. പക്ഷെ പുരോഗമിച്ചൊരു സമൂഹം എന്ന നിലയ്ക്ക് ശറഅ് വിശാലത നൽകിയ ഈ മേഖലയിൽ ഏതുപോലെ, അതിനാണ് നമ്മൾ ഈ ബാങ്കിൻ്റെ കൊടികുത്തി നരിലേക്ക് ബാങ്ക് കൊടുക്കുന്ന വിഷയം നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ പറയുന്നു എന്ത്, കൃത്യമായിട്ട് ആ വിഷയത്തിലെടുത്തിട്ടുള്ള രീതി തന്നെയാണ് ഈ വിഷയത്തിലും സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഹിലാൽ കമ്മിറ്റി പറഞ്ഞത്. ഇനി നമ്മൾ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളോട് അഹില്ലാണ് മീഖാത്ത്. അപ്പോൾ ഇദ്ദിരിക്കാൻ എന്ത് ചെയ്യും? ഇദ്ദിരിക്കാൻ എന്ത് ചെയ്യുക? ഇദ്ദിരിക്കാൻ കണ്ണുകൊണ്ട് മാസം കൃത്യമായിട്ട് കണക്കാക്കി രേഖപ്പെടുത്തിയ മാസം ഉപയോഗിക്കാം, കണക്ക് കൊണ്ട് രേഖപ്പെടുത്തിയ മാസം ഉപയോഗിക്കാം, കലണ്ടർ ഉപയോഗിച്ചിട്ട് മാസം ഉപയോഗിക്കാം. ഒരു പെണ്ണിന് ഇദ്ദ 1-ാം തീയതി മുഹറം 1-ന് ആ പെണ്ണിന് എന്ത് ചെയ്യാം? കലണ്ടർ അവലംബിച്ചിട്ട് ഇദ്ദിരിക്കാം. അത് അഹില്ലയുടെ അടിസ്ഥാനത്തിലാണ്. അവൾക്ക് പിന്നെ കാഴ്ച കൊണ്ട് ഇരിക്കണോ, കണ്ടിട്ടിരിക്കണോ, അങ്ങനെ ഇരിക്കാം. അതും അഹില്ലയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ കണക്ക് അവലംബിക്കാനേ പാടില്ല, കലണ്ടറേ പാടില്ല. മാസം നോക്കാനും ഡേറ്റ് തീരുമാനിക്കാനും കലണ്ടറേ പറ്റൂല എന്ന് പറഞ്ഞാൽ അതെന്തൊരു ജനത എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് വല്ലാത്തൊരു ജനതയായിപ്പോയി, പിന്നിലേക്ക് വലിക്കുന്ന ഒരു സിസ്റ്റമായിപ്പോയി എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അതെ, അപ്പം ഇവരുടെ ഈ ഒരു നിലപാട് വെച്ചിട്ട് നോക്കുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിക് സൊസൈറ്റിക്ക് ഒരു കലണ്ടറേ ആവശ്യമില്ല എന്നുള്ള രൂപത്തിലേക്കാണല്ലോ ഇവർ വരുന്നത്. അതായത് അതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ പിന്തിരിപ്പൻ നിലപാട് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് കലണ്ടർ തന്നെ ആവശ്യമില്ലാത്തൊരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറ്റി. അത് നമ്മൾ വെറുതെ ആരോപിക്കുന്നില്ല. ഈ പിന്നെ കഴിഞ്ഞ തവണ ആണെന്ന് തോന്നുന്നു പിന്നെ ഈ വിവാദം, മാസപ്പിറവി വിവാദം ഉണ്ടായപ്പോൾ നമ്മുടെ ഹിലാൽ ഈ വിസ്റ്റത്തെ, അതിനെ സൈബർ ഇടങ്ങളിൽ വിസ്റ്റത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു സൈബർ പോരാളി എന്ന് വേണമെങ്കിൽ പറയാം വിസ്റ്റത്തിൻ്റെ, ഡോക്ടർ ജൗസിൽ CP, അദ്ദേഹം ഈ വിഷയത്തിൽ ഭയങ്കര ഒരു സംഭവം എന്നൊക്കെ മൂപ്പര് സങ്കല്പിച്ചിട്ടുണ്ടാക്കിയിട്ട് കുറച്ച് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. കാരണം ഒരുപാട് മിസ്റ്റേക്ക് അതിലുണ്ടായിരുന്നു. ഏതായാലും നമുക്കത് സമയം പോസ്റ്റ്മോർട്ടം ചെയ്യാം. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ ഒരു ചോദ്യം കൊടുക്കുന്നു. അപ്പോൾ പിന്നെ കലണ്ടറുകളിൽ കൊടുക്കുന്ന തീയതികൾക്ക് എന്താണ് പ്രസക്തി? ഒരു ചോദ്യം. അപ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം, ഒരു ഏകദേശ ഐഡിയ നൽകുക എന്നതിലപ്പുറം കലണ്ടറിൽ കൊടുക്കുന്ന ഹിജറ ദിനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. കാരണം ഹിജറ മാസം എപ്പോൾ തുടങ്ങുന്നു എന്നത് ഹിലാൽ കാണുമ്പോൾ മാത്രമേ വ്യക്തമാവൂ. അത് നമുക്ക് ശാസ്ത്രീയമായി മുൻകൂട്ടി കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കലണ്ടറിൻ്റെ ആവശ്യമില്ല മുസ്ലിം സൊസൈറ്റിക്ക്. എല്ലാവരും ഈ വിഷയത്തിൽ കയറി നിരങ്ങി ഒരു എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക യാഥാസ്ഥിതിക കാഴ്ചപ്പാടിലേക്ക് ഈ സൊസൈറ്റിന് എത്ര പണിയെടുത്തിട്ടാണ് ഒരു ഈ യാഥാസ്ഥിതികരെ മുജാഹിദ് പ്രസ്ഥാനം മുകളിലേക്ക് ഒരു ശാസ്ത്രീയമായി ചിന്തിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്നോ അവിടുന്ന് പിടിച്ച് വലിച്ച് താഴത്തേക്ക് കൊണ്ടുപോകണ പണിയാണ് വിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര മറുപടി വിസ്റ്റം പറഞ്ഞല്ലോ. നമ്മളെ ഫസ്റ്റ് ചോദ്യത്തിൽ ഏത് നമസ്കാരത്തിൻ്റെ സമയം വടികുത്തി മറുപടി, സാലിഷിൻ്റെ മണ്ടൻ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞല്ലോ. നമ്മൾ 2 ചോദ്യം വേറെ കൂടി ചോദിച്ചിട്ടുണ്ട്. ആ മണ്ടൻ ചോദ്യത്തിനെ പറ്റി പരാമർശിച്ചിട്ടില്ല. ചോദ്യം ചന്ദ്രഗ്രഹണം വിസ്റ്റം ചന്ദ്രഗ്രഹണത്തിന് എവിടെ നോക്കും? കലണ്ടർ നോക്കും. നബി ആകാശത്തേക്ക് നോക്കും. വിസ്റ്റം മൂൺ സെറ്റ് ലാഗ് അനുസരിച്ചേ മാസം നോക്കാൻ പോകും. അവിടെ വിസ്റ്റത്തിന് കലണ്ടറുണ്ട്. കലണ്ടറിൽ 29-ന് സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും എന്ന് കണ്ട വിസ്റ്റം പിന്നെ മാസം നോക്കാൻ പോകില്ല. നബിയും സഹാബിയോടും പോകും. അപ്പോൾ ഇവിടെ വിസ്റ്റം ചെയ്യുന്ന പണി ഈ 2 കാര്യങ്ങളിൽ നബിയും സഹാബികളും അനുവർത്തിക്കാത്തൊരു സിസ്റ്റത്തിലൂടെ ശാസ്ത്രത്തെ അവലംബിക്കുന്നു. നബി പറയാൻ പറ്റും, ഞാൻ പറയുന്നത് വെറുതെ അല്ല. SKSSFൻ്റെ വാരിക അവരെഴുതി, സുബൈർ മങ്കട എഴുതി, ഏതാണ് ഈ മൂൺ സെറ്റ് ലാഗ് നോക്കാൻ പോകുക എന്നുള്ളത് ബിദ്അത്താണ്. എന്നിട്ട്
മൂൺ സെറ്റിലേക്ക് നോക്കുന്ന സമ്പ്രദായം ബിദ്അത്താണെന്നാണ് അവരുടെ വാദം. എന്ന് പറഞ്ഞാൽ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കോ ഇല്ലേ, അതിൻ്റെ മൂൺസെറ്റ് ലാഗിനെ പരിഗണിച്ചുകൊണ്ട് മാസപ്പിറവി ദർശിക്കാൻ പോകാം. ഇല്ലെങ്കിൽ മൂൺസെറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് അടിസ്ഥാനത്തിൽ മൂൺസെറ്റ് ലാഗ് ഇല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ മാസപ്പിറവി ദർശിക്കാതിരിക്കുക, നോക്കാതിരിക്കുക, 30 പൂർത്തീകരിക്കുക. ഈ നിലപാടുണ്ടല്ലോ വിശുദ്ധത്തിൻ്റെ. ഈ നിലപാട് നബി സാഹിബുകൾ ചെയ്തിട്ടില്ല. നബി സാഹിബുകളോട് ഇന്ന് മാസം നോക്കണ്ട 29, കാരണം ഇന്ന് സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുക, അതുകൊണ്ട് സഹാബികളൊന്നും പോകണ്ട എന്ന് നബി പറഞ്ഞിട്ടില്ലല്ലോ. അവരെല്ലാ മാസം പോയി നോക്കിയിരുന്നു. അപ്പോൾ സുന്നത്ത് ഇത്തിബാ ചെയ്യണമെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? എല്ലാ മാസം പോയി നോക്കണം. ഇവരാരാ പഠിപ്പിച്ചത്? ഈ 29 മാസം എങ്കിൽ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ കണക്കിൽ പറഞ്ഞല്ലോ 5 മാസം. ഈ 2024 5 മാസമാണ് പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 29-ാം തീയതി ചന്ദ്രൻ അസ്തമിക്കുക എന്ന് വെച്ചാൽ 30 പൂർത്തീകരിക്കുക. അന്ന് മാസം കാണാൻ പറ്റില്ല. ഈ 5 മാസം പിന്നെ വിസ്റ്റം ചെയ്യുന്ന ഈ പണി സഹാബികൾ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് സുബൈർ മംഗടെ ഇത് ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ പണി വിസ്റ്റം ചെയ്യുന്നു. ചന്ദ്രഗ്രഹണം ഒരാഴ്ച മുമ്പ് വിസ്റ്റത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങും. ഇത്രാം തീയതി ഇത്ര മണിക്ക് ചന്ദ്രഗ്രഹണം ഉണ്ടാവും, എല്ലാവരും ഗ്രഹണ നമസ്കാരത്തിന് എത്തണം. നബി സാഹിബികൾ അങ്ങനെ ചെയ്തിരുന്നത്. വിസ്റ്റത്തിന് അങ്ങനെ നേരത്തോടെ പ്രഖ്യാപിക്കാൻ പറ്റിയത്? മാസം മുമ്പ് വിസ്റ്റം പ്രഖ്യാപിക്കണം. എങ്ങനെ? കലണ്ടർ നോക്കിയിട്ട്. അപ്പോൾ കലണ്ടർ അവലംബിക്കാൻ പാടില്ല. ഗോളശാസ്ത്ര കണക്കനുസരിച്ച് ചന്ദ്രൻ്റെ പിന്നെ കണക്ക് എന്ന് പറഞ്ഞാൽ അത്ര വ്യക്തമല്ല, സൂര്യൻ്റെ വ്യക്തമാണ്. അതുകൊണ്ട് സൂര്യനെ നോക്കാം, പിന്നെ സൂര്യൻ്റെ വിഷയത്തിൽ കലണ്ടർ നോക്കാം. ചന്ദ്രൻ്റെ അങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ ഇവരെന്താ ചന്ദ്രൻ്റെ നോക്കിയിട്ട്, ചന്ദ്രൻ്റെ ചലനം നോക്കിയിട്ടല്ലേ ഇവർ ഈ മൂൺസെറ്റ് ലാഗും അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം തീരുമാനിക്കുന്നത്. അപ്പോൾ ആ വിഷയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് മൊത്തത്തിൽ ശാസ്ത്രം പോയി പിടിച്ച് വൈരുദ്ധ്യത്തിൽ, മതം പോയി പിടിച്ചിട്ട് വൈരുദ്ധ്യത്തിൽ കലണ്ടർ വേണ്ടെന്നൊരു സ്ഥലത്ത്. കലണ്ടറിൻ്റെ ആവശ്യമില്ല, അപ്രസക്തമാണ്. അതേ ആൾ തന്നെ പറയാണ് കലണ്ടർ നമുക്ക് ആവശ്യം വരും എപ്പോഴാണെന്ന് വെച്ചാൽ മൂൺസെറ്റ് ലാഗ് നോക്കാൻ. ഇതേ ലേഖനത്തിൽ തന്നെ പറയാം. കാരണം അപ്പോൾ ഈ വിഷയത്തിൽ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മേഖല പിന്നെ ഏതാണ്? ഇസ്ലാമിക നിയമപ്രകാരം സൂര്യൻ അസ്തമിച്ച ശേഷം ചക്രവാളത്തിൽ ഹിലാൽ ദൃശ്യമായാൽ മാത്രമേ മാസം ആരംഭിക്കുകയുള്ളൂ. ഭൂമിയിലെ ഓരോ സ്ഥലത്തും സൂര്യൻ ചന്ദ്രൻ എപ്പോൾ അസ്തമിക്കുന്നു എന്ന് ശാസ്ത്രീയമായി നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. അതേയാൾ തന്നെ. അതായത് എന്തിനാ അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക? ഇസ്ലാമിക നിയമപ്രകാരം സൂര്യൻ അസ്തമിച്ച ശേഷം ചക്രവാളത്തിൽ ഹിലാൽ ദൃശ്യമായാൽ മാത്രമേ മാസം ആരംഭിക്കൂ. എവിടുന്ന കിട്ടി? ഇവർ പറയട്ടെ. ഇയാൾ പറഞ്ഞത് ഇസ്ലാമിക നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും അടിസ്ഥാനത്തിൽ സൂര്യൻ അസ്തമിച്ച ശേഷം ചക്രവാളത്തിൽ ഹിലാൽ ദൃശ്യമായാൽ മാത്രമേ മാസം ആരംഭിക്കുകയുള്ളൂ. ഓക്കെ, അത് നമ്മൾ സമ്മതിച്ച്. അങ്ങനെ ഹിലാൽ കാണണ്ടേ എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ പറയാം പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുന്നു എങ്കിൽ അവിടെ ഹിലാൽ കാണാനുള്ള സാധ്യത വട്ടപൂജ്യമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതോടുകൂടി കഴിഞ്ഞില്ല. ആ ഒരു കാര്യത്തിന് ശാസ്ത്രത്തിന് ഉപയോഗിക്കുക. കാരണം ഇവർക്ക് ചെയ്യണം. അല്ലാതെ അതോടുകൂടി പിന്നെ ഇവർ കൊണ്ടുവന്ന വാദം മുഴുവൻ പൊളിഞ്ഞില്ല. ഇവരെ വാദം ഒരാൾ പറഞ്ഞാൽ മറ്റാളെ പൊളിയും, മറ്റാൾ പറഞ്ഞാൽ എടുത്താളെ പൊളിയും, എടുത്താളെ പറഞ്ഞാൽ അപ്പുറത്താളെ പൊളിയും, അപ്പുറത്താളെ പറഞ്ഞാൽ ഇപ്പുറത്താളെ പൊളിയും. ഇങ്ങനെ പൊളിയലിന് ഇപ്പോൾ പണി. ജൗസിൽ പറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ അബൂബക്കർ സലഫി പറഞ്ഞ പൊളിയും, അബൂബക്കർ സലഫി പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ജൗസിൽ പറഞ്ഞ പൊളിയും. പിന്നെ മാലിക് പറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ പൊളിയും, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മാലിക്. അല്ല, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വിരോധത്തിൻ്റെ ബേസിൽ നിന്ന് പഠിക്കുകയാണ്. ഒരു വൈജ്ഞാനിക ഇത് എന്നുള്ള നിലക്ക് പഠിക്കാതെ ഒരു വിരോധത്തിൻ്റെ ബേസിൽ നിന്ന് പഠിക്കുകയും എന്താ പറയുക ഒരു വൈരാഗ്യപൂർവ്വം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇൽമിനെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആകെ ശാസ്ത്രം നമുക്ക് ഗോളശാസ്ത്രം നമുക്ക് എന്തിനാ? അത് നമുക്ക് ആകെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുകയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നബി സാഹിബും പറഞ്ഞിട്ടുണ്ടോ മൂൺസെറ്റിൽ നോക്കിയിട്ട്? അതുമില്ല. അതിനും സുബൈർ മങ്കടയും പിന്നെ ഈ നാട്ടിലെ ഖുറാഫികളും പറയുന്നത് എന്താണ്? മൂൺസെറ്റിലേക്ക് നോക്കാൻ നബിയും സാഹിബികളും പറഞ്ഞിട്ടില്ല. ഇവരോട് ആര് പറഞ്ഞു? ശാസ്ത്രത്തിന് ഒപ്പിച്ചിട്ട് കാര്യം നോക്കണം. ഇനി സലഫി പണ്ഡിതന്മാരുണ്ടാ പറ്റില്ല എന്ന് പറഞ്ഞു. മൂൺസെറ്റിലേക്ക് നോക്കാൻ പറ്റില്ല, എവിടുന്ന് കിട്ടി ഈ സമ്പ്രദായം എന്ന് ചോദ്യം ചെയ്ത സലഫി പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കലണ്ടറിനെ അവലംബിക്കുന്നു, ഗോളശാസ്ത്ര കണക്കിന് ചന്ദ്രഗ്രഹണത്തിന് ഗോളശാസ്ത്രം അവലംബിക്കുന്നു. ഈ വിശാലത ഉപയോഗപ്പെടുത്തിയിട്ട് ഇതുപോലെ 9 മാസങ്ങളിൽ നബിൻ്റെ കൽപ്പന ഇല്ലാത്തത് കൊണ്ട് അതൊരു വിശാലമായ മേഖലയായി കണക്കാക്കി അവിടെ നമ്മൾ കണക്ക് അവലംബിച്ചാൽ, ഗോളശാസ്ത്ര കണക്ക് കലണ്ടറിനെ അവലംബിച്ചാൽ അതൊരു തെറ്റല്ല. പുരോഗമിച്ചൊരു സമൂഹം അനുവർത്തിക്കേണ്ട ഒരു സംസ്കാരമാണത്.
കലണ്ടർ നോക്കി ബാങ്ക് കൊടുക്കണ പോലെ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, കലണ്ടർ നോക്കി ബാങ്ക് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കാണണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. സൂര്യനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ അതും പടി കുത്തിയേനെ. ഹദീസിലെ സൂര്യൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നിസ്കരിക്കുക, കണ്ടില്ലെങ്കിൽ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പടി കുത്തിയേനെ. അതാണ് അതിൻ്റെ മറുപടി. അതാണ് അത്ര വലിയ മറുപടിയായിട്ട് കണക്കാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ സൊസൈറ്റി പോണ പോക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പിന്നിലേക്ക് വലിക്കുന്ന ഒരു ധാര, അന്തർധാരയായിട്ട് പടവലങ്ങ പോലെ, നാടൻ മലയാളത്തിൽ പറഞ്ഞ പടവലങ്ങ പോലെ. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ നമ്മളെ സഹോദരൻ ഉണ്ടല്ലോ, പേര് എനിക്കറിയാത്ത കാരണം പറയാത്തട്ട. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മദീനയിലെ ഒരു സംഭവം പറയുന്നു. നബി മദീനയിലെ ജൂതന്മാർ കണക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് വന്നപ്പോൾ പ്രവാചകൻ അതിനെ എതിർത്തു. അപ്പോൾ കേനം ശരിക്കും പറഞ്ഞാൽ ജൂതൻ്റെ ഒരു ലെവലിൽ നിൽക്കുക. ഇവർ വിസ്തം റസൂലുള്ളാടെ അതേ ഇങ്ങനെ ഇതാണല്ലോ ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. നമ്മൾ പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി ഞാൻ പറഞ്ഞില്ല കുറേ തമാശകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ചങ്ങായി വിചാരിച്ച് വെച്ചിരിക്കുന്നത് നബിയും ജൂതന്മാരും തമ്മിലുള്ള അവിടുത്തെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലാല് കണക്കുകൊണ്ട് നോക്കണം, കാഴ്ച കൊണ്ട് നോക്കണം. എന്നാൽ പിന്നെ ഇവിടെ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ചർച്ച തന്നെ വരില്ലല്ലോ. അവരൊറ്റ പ്രമാണം കൊണ്ടെന്നാൽ മതി. ജൂതനും നബിയും തമ്മിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതൻ ഹിലാലിനെ നോക്കാൻ പിന്നെ കണക്ക് മതി, ഗോളശാസ്ത്ര കണക്ക് മതി എന്ന് പറയും. നബി പറയും കണക്ക് പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ തന്നെ വേണം. പിന്നെ അങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടാവില്ല. ഇസ്ലാമിക ലോകത്തൊരു തർക്കം തന്നെ ഉണ്ടാവില്ല. ഇവിടെ അവ്യക്തമാണ് 9 മാസങ്ങളിൽ. പിന്നെ നമുക്ക് ഈ നബിയുടെ കൽപ്പന ഇല്ലാത്ത 9 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ കൽപ്പനയുള്ള റമദാൻ, ശവ്വാൽ, ദുൽഹിജ്ജ അല്ലാത്ത ബാക്കിയുള്ള 9 മാസങ്ങളിൽ നമുക്ക് പിന്നെ ഈ ഒരു പുരോഗമിച്ച സമൂഹം എന്ന നിലയ്ക്ക് ഹിലാലിനെ അറിയാൻ, കണ്ണുകൊണ്ട് കണ്ടറിയാം, കണക്കുകൊണ്ട് കൃത്യമായി കണക്ക് കൂട്ടി മനസ്സിലാക്കാൻ പറ്റും ഹിലാൽ. അപ്പോൾ അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റൂല എന്നുള്ളൊരു ചർച്ച തന്നെ ഉണ്ടാവില്ലല്ലോ. കാരണം അത് പണ്ടേ നബിയും ജൂതനും തമ്മിൽ നടന്നിരുന്നു ആ ഡിബേറ്റ്, മദീനത്തെ ജൂതന്മാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ല. അപ്പോൾ ഇയാളിങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുന്ന അവിടുത്തെ ജൂതന്മാർ പിന്നെ ഹിലാലിൻ്റെ ഹിലാലിൻ്റെ വിഷയത്തിൽ കണക്കൊക്കെ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ന്യൂമുണ്ട ആൾക്കാരാണ്. അമാവാസി ടു അമാവാസി, ന്യൂമൂൺ ടു ന്യൂമൂണിൻ്റെ ആൾക്കാരാണ് അവർ. അത് അനുസരിച്ച് അവർ ന്യൂമൂൺ കലണ്ടറുകൾ, ലൂണാർ കലണ്ടർ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ പോയിരുന്നത്. അപ്പോൾ നബിക്ക് ചരിത്രരേഖകളിലുള്ളതാണ്, ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതൊന്നല്ല. നബി ആദ്യഘട്ടത്തിൽ അവരുടെ പിന്നെ രീതിയിലായിരിക്കാം എന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്ന ചില ആൾക്കാർ. നബി മദീനത്തിൽ ചെന്ന ഉടനെ ജൂതന്മാരുടെ രീതിക്കനുസരിച്ചായിരിക്കും ആദ്യത്തെ മുഹറം സ്വീകരിച്ചിട്ടുണ്ടാവുക. പിന്നെ നബിക്ക് മനസ്സിലായിരുന്നു ഇത് ന്യൂമൂൺ അടിസ്ഥാനപ്പെടുത്തി, ഹിലാലല്ല. യസ് അലൂനക അനിൽ അഹില്ല, ഹിലാലിനെ പറ്റി അവർ ചോദിക്കുന്നു. കുൽ ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങളുടെ പിന്നെ എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാലനിർണയത്തിന് ഉള്ള ഉപാധിയാണ് വൽ ഹജ്ജിനും. അപ്പോൾ ആ രീതിയല്ല അവിടെ നടക്കുന്നത്. ജൂതൻ്റെ കാര്യത്തിൽ പറയപ്പെട്ടിട്ടുള്ള എന്താണ്, അവൻ പിന്നെ ന്യൂമൂൺ ടു ന്യൂമൂൺ എന്ന നിലക്കാണ് അവൻ്റെ കലണ്ടർ തയ്യാറാക്കിയിരുന്നത്. ആ ന്യൂമൂൺ ടു ന്യൂമൂൺ കലണ്ടറായിട്ട് മുസ്ലിം ലോകത്തിന് ഒരു ബന്ധമില്ല. അതിൽ നിന്ന് വേണമെങ്കിൽ തെളിവ് പിടിക്കുക ആ ചരിത്രത്തിൽ നിന്ന്. മറിച്ച് ഹിലാൽ ടു ഹിലാൽ ആ കലണ്ടറാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്ന് പറയേണ്ട ഒരു കാര്യം ആണ്. ഞാൻ പറഞ്ഞ ആ കക്ഷി ശരിക്കും പഠിച്ചിട്ടില്ല വിഷയം, അല്ലെങ്കിൽ ശരിക്കും ആ മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അല്ലെങ്കിൽ എന്തോ 3-4 നോട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹുത്തുബയിൽ ഒരു നോട്ട് തയ്യാറാക്കി പോയി പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞ് ഈ വിഷയത്തിൽ ആ കക്ഷി നന്നായിട്ട് പറയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആകെ അരമണിക്കൂറുള്ള ഹുത്തുബക്കുള്ളൊരു നോട്ടും അതിൻ്റെ പഠനം നടത്തിയിട്ട് ഒരു ഡീപ്പായ പഠനം മൂപ്പര് നടത്തിയിട്ടൊന്നുമില്ല അടിസ്ഥാന വിഷയത്തിൽ പോലും. അതാണ് മൂപ്പര് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കെടുന്ന അലക്കാണ്. മാലിക് സലഫിയും കാര്യമായിട്ട് ഞെട്ടണമൊന്നും കാണില്ല. എനിക്കൊന്നും മാലിക് സലഫിക്കും ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇപ്പോൾ ഇതൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ ഞെട്ടണ്ടിരുന്നു. പറഞ്ഞത് ഹിലാൽ ടു ഹിലാൽ തർക്കമല്ല, ഇത് ന്യൂമൂൺ ടു ന്യൂമൂൺ തർക്കമാണ്. അവിടെ അതിനുദാഹരിക്കാനേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കവായത പോലും മൂപ്പർക്ക് ഈ വിഷയത്തിലില്ല. എന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് അപ്പോൾ കണ്ടോ നമുക്ക് ചോദ്യം പറച്ചിലൊക്കെ കാണുന്ന ഭയങ്കര രസമാണ് മൂപ്പര്. പിന്നെ ജൂതന്മാർ കണക്ക് നോക്കിയിരുന്നു, അവരാണ് കണക്ക് നോക്കിയിരുന്നത്. നബിയും സഹാബികളെ പറ്റൂല എന്നിട്ട് കലണ്ടർ ഒഴിവാക്കിയിട്ട് കാഴ്ചയിലേക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തമല്ലേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വിചാരിച്ച് ഇത്രയും സിമ്പിളാണെന്നാണ് ഈ വിഷയം. ഇതും അത് തമ്മിലൊരു ബന്ധം തന്നെ ഇല്ല. അത് ന്യൂമൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത് ഹിലാൽ ടു ഹിലാൽ, അവിടെയാണ് നമ്മളെ ചർച്ച. ഹിലാൽ ടു ഹിലാൽ മാസമാണ് ഇസ്ലാമിക മാസം. അതെ, അതിലാർക്കും എതിരഭിപ്രായം. അപ്പോൾ ഇസ്ലാമിക മാസം പിന്നെ സ്വീകരിക്കാൻ ആരംഭിക്കേണ്ടത് ഹിലാലിനാണ്.
ആ ഹിലാലിനെ എങ്ങനെ അവലംബിക്കാം? ആ ഹിലാലിനെ 2 വിധത്തിൽ അവലംബിക്കാം. അതെങ്ങനെയൊക്കെയാണ്? അത് ഒന്ന് നമുക്ക് നോക്കി കണ്ട് അവലംബിക്കാം. നോക്കി കണ്ട് മാസം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അവലംബിക്കാം. മറ്റൊന്ന് ഗോളശാസ്ത്ര കണക്കിലൂടെ അവലംബിക്കാം ഹിലാൽ ടു ഹിലാലിനെ. അപ്പോൾ എല്ലാ മാസവും ഗോളശാസ്ത്ര കണക്കിലൂടെ അവലംബിക്കാൻ പറ്റില്ല. കാരണം നബിൻ്റെ 3 മാസത്തിൽ കൽപ്പന ഉണ്ട്. സൂമുലി റുയത്തി വഫ്തിറുലി റുയത്തി. നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക, മാസം കണ്ടാൽ നോമ്പ് വീക്ഷിക്കുന്ന കൽപ്പന ഉണ്ട്. ആ കൽപ്പന ഉള്ളത് കൊണ്ട് 3 മാസങ്ങൾ നമുക്ക് കാണുന്ന വേണം, താഴ്ബുദ്ധിയാണ്, മാറ്റാൻ പറ്റില്ല. മറ്റ് 9 മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗോളശാസ്ത്ര കണക്ക് അവലംബിച്ചുകൊണ്ട് ആ മാസം പിന്തുടരാം. അപ്പോൾ ആ മാസങ്ങളിലായിരിക്കും ആ മാസത്തിൻ്റെ കാലഗണന ക്രമം അനുസരിച്ചിരിക്കും അതിൽ നോമ്പ് വരിക. അയ്യാമുൽ ബീളിൻ്റെ നോമ്പ് വരിക, അതിൽ ഇദ്ദയുടെ സമയം വരിക, അതിൽ 2 മാസത്തിൽ തുടർച്ച നോമ്പുകളുടെ സമയം വരിക ഒക്കെ അതനുസരിച്ചായിരിക്കും. അത് നമുക്ക് ഏതുപോലെ ചെയ്യാം? ശാസ്ത്രം വളർത്തുന്നപ്പോൾ നബി കാണിക്കാത്ത മൂൺ സെറ്റ് ലാഗ് വിസ്റ്റം നോക്കിയതുപോലെ ശാസ്ത്രം വളർന്നപ്പോൾ മൂൺ സെറ്റ് ലാഗ് എന്നൊരു സംഭവം നമുക്ക് മനസ്സിലായി. അതാ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചാൽ ആ ചന്ദ്രനെ കാണൂല. അപ്പോൾ നമ്മൾ നബിയും സഹാബികളും 12 മാസം 29-ാം തീയതി ആകാശത്ത് നോക്കിയാലോ എന്ന വസ്തുത മാറ്റിവെച്ചു. എന്നിട്ട് മൂൺ സെറ്റ് ലാഗുള്ള വിസ്റ്റം ഒരു വർഷത്തിൽ 6 മാസമൊക്കെ നോക്കുള്ളൂ. 6 മാസം വിസ്റ്റം പോവില്ല. കാരണം 6 മാസം മൂൺ സെറ്റ് ലാഗായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 2024 5 മാസം മൂൺ സെറ്റ് ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു. അപ്പോൾ വിസ്റ്റം ഒന്നും പോവില്ല. ഈ നിലപാടിൽ വിസ്റ്റം എങ്ങനെ വന്നു? ഇത് വിദഗ്ധാണെന്നാണ് കേട്ടോ സീനിയർ മാസപ്പിറവിക്കാരൻ ഖുറാഫിൻ്റെ അഭിപ്രായം, സുബൈർ മങ്കയുടെ അഭിപ്രായം. ഇത് വിദഗ്ധത്തിന്. അപ്പോൾ വിസ്റ്റം വിദഗ്ധത്തിൽ തന്നെ, നമ്മൾ വിദഗ്ധത്തിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത്. വിസ്റ്റം വിദഗ്ധത്തിൽ തന്നെ. കാരണം ഇത് എവിടുന്ന് കിട്ടി? അതങ്ങനെയാണ് സത്യം. എങ്കിൽ അതേപോലത്തെ ഒരു സത്യമാണ് ഈ ഗോളശാസ്ത്ര കണക്ക്, ഹിലാലിൻ്റെ സാന്നിധ്യം എന്നത് അതുപോലത്തെ ഒരു സത്യമാണ്. ആ സത്യം ഉൾക്കൊണ്ടോ? നബിൻ്റെ കൽപ്പന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശാലാണ് ആ വിഷയത്തിൽ. അപ്പോൾ നമുക്ക് സ്വീകരിക്കാം. ഇനി ചന്ദ്രപ്പിറവി ചന്ദ്രഗ്രഹണം, അത് വിസ്റ്റം എങ്ങനെ മനസ്സിലാക്കുന്നു? വിസ്റ്റം കലണ്ടറിൽ നിങ്ങൾക്ക് നോക്കിക്കോ, 1 കൊല്ലം മുമ്പ് തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും എന്ന ചന്ദ്രഗ്രഹണം ഉണ്ടാവും എന്നുള്ളത്. എന്നാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് എഴുതിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ ജനുവരിയിൽ അവർ എഴുതിയെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ, ജനുവരിയിൽ അവർ എഴുതി ഓഗസ്റ്റ് 15-ന് ചന്ദ്രഗ്രഹണം ഉണ്ടാവും എന്നവർ എഴുതിയെന്നായിരിക്കും. അപ്പോൾ നോക്കൂ, അവർ അവിടെ മാസം നോക്കലില്ല. 29 മൂൺ സെറ്റ് ലാഗ് കൊണ്ട് മറഞ്ഞ മാസങ്ങളുണ്ടാവും, ദിവസം തെറ്റിയതുണ്ടായിരിക്കും, ഒന്നും പ്രശ്നമില്ല. അവർ ഓഗസ്റ്റ് 15 എത്തുമ്പോൾ കൃത്യം ചന്ദ്രഗ്രഹണം നിസ്കരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നടന്ന് ഇവിടെ കാരണമായിട്ട് തല്ലൂടുന്നുണ്ടാവും, ഹിലാൽ കമ്മിറ്റിനെ വെല്ലുവിളിക്കുന്നുണ്ടാവും. ജൂതൻ്റെ കലണ്ടറിന് ഹിലാൽ കമ്മിറ്റിൻ്റെ എന്ന് പറയുന്ന ആ സാധുവിനെ പോലത്തെ ആൾക്കാർ പ്രൂഫ് 12 മാസം സുന്നത്തെടുക്കാൻ ഹിലാൽ കമ്മിറ്റി സമ്മതിക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് വെറും 6 മാസം മാത്രം സുന്നത്തെടുക്കണം. അതുപോലത്തെ പ്രൂഫ് പോയിന്റ് സാധുക്കൾ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ നടന്നു കഴിയും. ഓഗസ്റ്റ് 15-ന് അവർ പോയിട്ട് എന്ത് ചെയ്യും? ചന്ദ്രഗ്രഹണം നിസ്കരിക്കുകയും ചെയ്യും. കണക്ക് ഇവിടൊക്കെ എങ്ങനെ വിസ്റ്റം നിലകൊള്ളണത്? ആ രൂപത്തിൽ തന്നെ ഈ 9 മാസം നിലകൊള്ളാവുന്നതാണ് എന്ന് നമ്മൾ പറയണുള്ളൂ. വിസ്റ്റം അവിടെ ശാസ്ത്രത്തിന് ഉപയോഗപ്പെടുത്തുന്ന പോലെ ഈ മേഖലയിൽ ശാസ്ത്രത്തിന് ഉപയോഗപ്പെടുത്തണം. അതാണ് വളരുന്ന സമൂഹത്തിന് വേണ്ടത്. മറ്റു 3 മാസങ്ങളോ അത് നബിൻ്റെ കൽപ്പനയുള്ള താഴ്ബുദ്ധിയാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. എത്ര നല്ല നിലപാടാണ്! അതായത് ശാസ്ത്രത്തെയും വൈജ്ഞാനികമായ ഉയർച്ചയെയും ഉൾക്കൊള്ളുക, സൊസൈറ്റിനെ ശാസ്ത്രവൽക്കരിക്കുക, അതോടൊപ്പം തന്നെ മതത്തിൽ നിന്നൊരു അളവ് വ്യത്യാസപ്പെടാതെ 3 മാസം നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് അവിടെ ഉണ്ടെന്ന് കണക്ക് നമുക്ക് കൃത്യമാണ്. പക്ഷെ എന്നാലും പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ 3 മാസം നമ്മൾ കാണാൻ വേണ്ടിയിരിക്കുന്നു. ആ മതത്തിനും ശാസ്ത്രത്തിനും സമന്വയിപ്പിച്ച് ഒരു സൊസൈറ്റിനെ വളർത്താനുള്ള കേരളമെന്ന് പറഞ്ഞാൽ അതാണല്ലോ. കേരളമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയിരുന്ന് 4 വയൽ നടത്തിയിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സംഘമല്ലല്ലോ. ഒരു സൊസൈറ്റിനെ സമുദ്ധരിക്കുന്ന ഒരു സംഘമാണല്ലോ. വിസ്റ്റ് അതുപോലെ ആകണം എന്നാണ് വിസ്റ്റ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് വിസ്റ്റം ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ പണ്ട് ഖുറാഫ് എടുത്ത പണി ഇപ്പോൾ വിസ്റ്റ് എടുക്കുന്നത്. പഴയ വീഞ്ഞ് വിസ്റ്റം പുതിയ കുപ്പിയിലാക്കി വിൽക്കണമെന്ന് ഉള്ളോ? ഓൺലൈൻ കുപ്പിയിലാണെന്ന് മാത്രം. പണ്ട് ഖുറാഫ് കൊണ്ടുനടന്ന് വിറ്റിരുന്ന് തല വെച്ചിട്ട് വിസ്റ്റം ഓൺലൈൻ കുപ്പിയിൽ കൊണ്ടുവരുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തുന്നുള്ളൂ. പണി ഒന്ന് തന്നെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. ഈ മേഖലയിൽ വിശാലത. ഇനിയിപ്പോൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കും, ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസം കാണുന്നു പറഞ്ഞിട്ടുണ്ട്, മറ്റേ പണ്ഡിതന്. അങ്ങനെയാണെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ് എല്ലാ മാസവും കാണുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലോകത്തെവിടെയെങ്കിലും ചന്ദ്രപ്പിറവി കണ്ടാൽ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിസ്റ്റ് എടുക്കണ്ട? അത് വിസ്റ്റ് എടുക്കണില്ലല്ലോ.
വിശുദ്ധ മാസം നോക്കാതിരിക്കുന്നത്, വിശുദ്ധത്തിന് എന്തിനാ മാസം നോക്കാതിരിക്കുന്നത്? ജംഹൂറായ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ ജംഹൂറായ അഭിപ്രായം എന്താ? ലോകത്ത് എവിടെയെങ്കിലും മാസപ്പിറവിണ്ട ബാക്കി എല്ലാ മുസ്ലിങ്ങൾക്ക് ബാധകമാണ്, വേറെ ആരും നോക്കാതിരിക്കണം എന്നില്ല. ഇനി മക്കത്ത് കണ്ടാൽ, മദീനത്ത് കണ്ടാൽ, അല്ലെങ്കിൽ ഖത്തറിൽ കണ്ടാൽ, എവിടെ കണ്ടാലും ഒരു മുസ്ലിം സംഘം മാസം കണ്ടു ബാക്കി എല്ലാവർക്കും ബാധകമാണ്. പ്രാദേശിക മാസപ്പിറവ് വേണ്ട, ഓരോരുത്തരും ചക്രവാളത്തിൻ്റെ മാസപ്പിറവ് വേണ്ട എന്നാണ് ജംഹൂറായ അഭിപ്രായം, ഭൂരിപക്ഷ അഭിപ്രായം. സലഫി പണ്ഡിതന്മാരില്ലേ. എൻ്റെ വിസ്റ്റ് എവിടെ നിൽക്കണേ? ജംഹൂർ അഭിപ്രായത്തിൻ്റെ ഒപ്പം വിസ്റ്റ് നിൽക്കുന്നത് പ്രാദേശികമായ മാസപ്പിറവി കാണണം എന്ന ഷാഫിഈ മദ്ഹബിൻ്റെ ആളുകൾ, പണ്ഡിതന്മാരുടെ നിലപാടിനൊപ്പമാണ് നിൽക്കുന്നത്. കാരണം അതാണ് കൂടുതൽ പ്രാമാണികമായിട്ട് കുറച്ചും കൂടി നമുക്ക് തൃപ്തി വരുന്ന രൂപത്തിൽ വിശദീകരണം കിട്ടുക പ്രമാണങ്ങളിൽ നിന്ന്. ആ നിലപാടിനാണ്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഇബ്നു തൈമിയ്യ പറഞ്ഞു എല്ലാ മാസം കണ്ടേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടോ? അതിനേക്കാൾ പിന്നെ കാലഘട്ടത്തിൻ്റെ പുരോഗമനത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാമല്ലോ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കലണ്ടർ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ എത്ര പണ്ഡിതം പറഞ്ഞാലും ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ പിന്നെ ലോകം മുഴുവൻ ഒരു മാസപ്പിറവ് മതി എന്ന് പറയുന്ന അവരുടെ അഭിപ്രായത്തെ നമ്മൾ മാറ്റിവെച്ചു. എന്തുകൊണ്ട്? കുറച്ചുകൂടി വൈജ്ഞാനികമായ, നമ്മുടെ കാലഘട്ടത്തിൽ വൈജ്ഞാനികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ നിലപാടും കൂടെ സമന്വയിപ്പിക്കുന്നതാണ് ശരി എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് സ്വീകരിക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിൽ വിശുദ്ധത്തിൻ്റെ അതിൻ്റെ പ്രശ്നം വിശുദ്ധം കാണിക്കണം എന്നുള്ളൂ. വിശുദ്ധമല്ലാതെ ഈ നിലപാട് വിശുദ്ധത്തിന് രണ്ടും കൂടെ ഒന്ന് വെച്ചുകൊണ്ടാവും. മൂൺ സെറ്റ് ലാഗും അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണവും കൂടി ഇതിൽ കടത്തിയിട്ട് പിന്നെ ഈ പിന്നെ സലഫിയത്ത് പറയാൻ പറ്റില്ല, ഈ സലഫിയത്ത് പറയാൻ പറ്റില്ല. അവർ ഈ പറയുന്ന സലഫിയത്ത്, ഈ വരട്ട് സലഫിയത്ത് ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. ഇത് രണ്ടും ഒഴിവാക്കണം. കാരണം ഇത് വിദേഹത്ത് എന്ന് പറഞ്ഞവരുണ്ട്, സലഫി പണ്ഡിതന്മാരിലുണ്ട്. മൂൺ സെറ്റിലേക്ക് നോക്കിയിട്ട് മാസം കാണാൻ ഇരിക്കാത്തത് തെമ്മാടികൾ എന്ന് പറഞ്ഞവരുണ്ട്. വിസ്റ്റയിൽ വിട്ട് 6 മാസം, ഇപ്പോൾ 2024 6 മാസം തെമ്മാടിന് വിസ്റ്റം. കാരണം എന്താ, 6 മാസം മൂൺ സെറ്റിലേക്കൊന്നും പറഞ്ഞിട്ട് പോവില്ല. എന്നിട്ട് ഇപ്പോൾ അപ്പുറത്തൊന്നും ഇരുന്ന് നിലവിളിക്കും 12 മാസം മുസ്ലിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചന് ഒരു വിസ്റ്റ് ഇല്ലാണ്ടാക്കി, അല്ല ഹിലാൽ കമ്മിറ്റി ഇല്ലാണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ കാര്യം. അതാണ് കേന്നം വിരോധം എന്നതിൻ്റെ അപ്പുറം ഇതിൽ ഒരു ഇൽമിയായിട്ടുള്ളൊരു സമീപനമൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ അവർക്ക് ഹിലാൽ കമ്മിറ്റി പണ്ട് മുതലേ അങ്ങനെ ആണെന്നാണ് അവർ മനസ്സിലാക്കണേന്നാണ് ഇപ്പോഴത്തെ വിസ്റ്റത്തിൻ്റെ നിലപാട്. എന്നിട്ട് ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ ഹിലാൽ കമ്മിറ്റിയുടെ പിന്നെ പരസ്യത്തിൽ നിന്ന് ഈ 3 മാസം അല്ലാതെ വേറൊരു മാസം അനൗൺസ് ചെയ്തതായിട്ട് അവർ ഇന്നുവരെ കേട്ടിട്ടില്ല. എന്നിട്ട് അവർ വിശ്വസിക്കുന്ന എല്ലാ മാസം അനൗൺസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് വിസ്റ്റം ഹിലാൽ വിങ് രൂപീകരിച്ചില്ല, അന്ന് മുതൽ വിസ്റ്റം എല്ലാ മാസവും കാണിക്കണം, കണ്ടാൽ അറിയിക്കണം, എന്നിട്ട് പരസ്യം ചെയ്യുന്നുണ്ട്. വിസ്റ്റത്തിൻ്റെ സീനിയർ ഖുറാഫികൾ അവരെന്ത് ചെയ്യുന്നു, ഈ വിഷയത്തിൽ എല്ലാ മാസവും കണ്ടാൽ അറിയിക്കണം, എന്നിട്ട് കാളിമാരും മറ്റൊക്കെ എഴുതുന്നുണ്ട്. ഹിലാൽ കമ്മിറ്റി മാത്രം എല്ലാ മാസം കണ്ടാൽ അറിയിക്കണം, എന്നിട്ട് മുഹറത്തിനോ റജബിനോ അതിനൊന്നും ചോദിക്കണില്ല. ആകെ ഈ 3 മാസത്തിന്. അപ്പം അതിൽ തന്നെ കോമൺ സെൻസ് ഉള്ള ഒരു സമൂഹത്തിന് മനസ്സിലാവുമല്ലോ ഇത് എന്താ നിലപാടുന്നില്ല. അപ്പം മൊത്തത്തിൽ കട്ട് ചെയ്ത് നമുക്ക് മറുപടിയാക്കി അവതരിപ്പിച്ച എല്ലാത്തും ഒരു കാര്യമില്ലാത്ത മറുപടി ആയിപ്പോയി എന്ന് മാത്രമാണ് നമുക്ക് അതിനെ പറ്റി പറയാനുള്ളത്.